കർമ്മസന്യാസത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഭഗവാനെ അങ്ങ് ഉപദേശിക്കുന്നുവല്ലോ. ഇവയിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഉപദേശിക്കണമേ എന്നാണ് അർജുനൻ്റെ ആവശ്യം. അപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, സന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസകരങ്ങളാണ് എന്നാണ്. മറിച്ച് സന്യാസവും കർമ്മയോഗം എന്നുള്ളതിൽ സന്യാസം നിശ്രേയസകരമാണ്, കർമ്മയോഗം ശ്രേയസ്കരമാണ് എന്ന് പറയുമായിരുന്നെങ്കിൽ അവിടെ ഇനി സംശയങ്ങൾ വരാമായിരുന്നു. പക്ഷെ ഇത് രണ്ടും ശരിയാണ്, രണ്ടും നല്ലതാണ് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ ഭഗവാൻ ഒന്നുകൂടി വ്യക്തമാക്കി കൊടുക്കുകയാണ്, അവനവൻ്റെ അധികാരത്തിനനുസരിച്ചാണ് വൈശിഷ്ട്യം പറയപ്പെടേണ്ടുന്നത് എന്നതിനാൽ അർജുനനോട് കർമ്മയോഗമാണ് ശ്രേഷ്ഠമായതെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാസ്തവത്തിൽ സന്യാസമാണ് ശ്രേഷ്ഠമെന്ന് സനാതനധർമ്മത്തിൻ്റെ മൂലമായ വേദം സംശയമില്ലാതെ പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഈ പറയുന്നത്. വേദത്തിൽ ആകട്ടെ ന്യാസ ഏവാത്യരേജയത് ഒരു വാക്യം, പിന്നെ പറയാണ് ത്യാഗേനൈകേ അമൃതത്വമാനശു, ഇങ്ങനെ തുടങ്ങിയ അനേകം മന്ത്രങ്ങളിലൂടെ സന്യാസമാണ് പരമമെന്നും മോക്ഷഹേതു എന്നും ഉറപ്പിച്ച് പറയുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് ഇവിടെ സന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നത്? രണ്ടും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു, അതിൽ തന്നെ കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പം അത് ശാസ്ത്രവിരുദ്ധമല്ലേ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ ശാസ്ത്രവിരുദ്ധമായത് പറയുമോ? അത് പറയൂ. ഒക്കെ കൂടി ഒരു കൺഫ്യൂഷനായി എന്നാണ് ആര് പറയണത്? അർജുനൻ പറയുന്നത്. അങ്ങ് തന്നെ പരസ്പര വിരുദ്ധമായത് പറഞ്ഞ് എന്നെ ഭ്രമിപ്പിക്കുകയാണോ? അങ്ങ് പരസ്പരമായി വിരുദ്ധമായത് പറയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ തോന്നിപ്പോകും. ഒരിക്കലും ശിഷ്യനായ അർജുനൻ ഗുരുനാഥനെ കുറ്റപ്പെടുത്തുന്നില്ല. അതേസമയത്ത് എൻ്റെ ഉൾക്കൊള്ളാനുള്ള കഴിവിൻ്റെ പരിമിതി കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. അവിടെ കുറ്റാർക്കാണ്? സ്വയം കുറ്റേറ്റെടുക്കുകയാണ്. ഭഗവാന് അങ്ങനെ ഒരാളോട് ചെയ്യില്ല. പക്ഷെ കേൾക്കുന്ന ആൾക്ക് തോന്നാലോ ഭഗവാൻ ഇത് രണ്ടും മാറ്റി പറയുകയാണോ? കാരണം വേദത്തിൽ പറയപ്പെട്ട ഭഗവാൻ തന്നെ ഇപ്പം ഗീതയിൽ 5-ാം അധ്യായത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പറയുമ്പോൾ അതെന്നെ സംശയം ജനിപ്പിക്കുന്നു. അപ്പോൾ പറയാണ്, പിന്നെ പോരാത്തത് വൈദികമായ ആശ്രമ വ്യവസ്ഥയിൽ വൈദികമായ ആശ്രമ വ്യവസ്ഥ ഉണ്ട്. ഏതാ? ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ഗൃഹീ ഭൂത്വാ വനീ ഭവേത്, വനീ ഭൂത്വാ പ്രവ്രജേത്. ഇതാണ് ആശ്രമ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ബ്രഹ്മചര്യത്തിൽ ശാസ്ത്രങ്ങളെ പഠിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞത് എന്താ? ഗൃഹീ ഭവേത്, ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ നിർവഹിക്കൂ. അതിൽ ഒരു കുട്ടി ഉണ്ടായി കണ്ടാൽ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് കുട്ടി ഉണ്ടായി കണ്ടാൽ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയായാൽ സർവ അധികാരങ്ങളുടെയും താക്കോൽ അവരെ ഏൽപ്പിച്ച് വാനപ്രസ്ഥാശ്രമത്തെ പ്രാപിച്ചാലും, ഇപ്പം 3ാമത്തെ ആശ്രമമായി. ആദ്യം ബ്രഹ്മചര്യാശ്രമം, രണ്ടാമത് ഗൃഹസ്ഥാശ്രമം, 3ാമത് വാനപ്രസ്ഥാശ്രമം. വാനപ്രസ്ഥാശ്രമത്തിൽ ഈശ്വരീയമായ കാര്യങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും പുരാണ ഇതിഹാസങ്ങളെ വായിച്ചും കൂടുതൽ പരിപക്വമായ അവസ്ഥയിലെത്തി സ്വാഭാവികമായും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചാലും, ഇതാണ് ആശ്രമ വ്യവസ്ഥ. അവിടെയും സന്യാസമാണ് ശ്രേഷ്ഠം.
അന്ത്യാശ്രമം എന്ന് പറയുന്നത്, അവസാനത്തെ ആശ്രമം എന്ന് പറയുന്നത് ഏതാണ്? എത്തിച്ചേരേണ്ട തലം എല്ലാവരെ സംബന്ധിച്ചും സന്യാസമാണ്. അത് കേവലം കാവ്യം എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, കാഷായം എടുക്കുക എന്നല്ല. എല്ലാവർക്കും ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ എല്ലാ കാലത്തും ഭോഗങ്ങൾ സാധ്യമല്ല. ഭോഗങ്ങളെ കൊണ്ട് ആരും ഇന്ന് വരെ തൃപ്തരല്ല. ചൊറിയും തോറും ചൊറിയാൻ തോന്നുകയുള്ളൂ. അപ്പം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം സംതൃപ്തി നൽകുന്നത് സന്യാസമാണ് എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആശ്രമ വ്യവസ്ഥയിലും ഇന്ന് വരെ ഒരാളും ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ ആശ്രമങ്ങളെ കൊണ്ട് സംതൃപ്തരായിട്ടില്ല. സുഖം ഉണ്ടാവും, പക്ഷെ ദുഃഖം ഉണ്ടാവും. ഏതാണ് അനുഭവം? ദുഃഖം തന്നെ, ക്ലേശം തന്നെ. ഇപ്പം ഈ പറയണ മാതിരിയൊക്കെ തന്നെ. എന്നാലും എല്ലാവരും അതിലേക്കാണ് പോണത്. അവിടെ സുഖം കിട്ടും, എന്തൊരു സുഖാവും എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ സുഖത്തിൻ്റെ ഗന്ധം പോലും അവിടെ ഇല്ല എന്നാണ് ഒക്കെ ഒരു തോന്നലാണ്. അങ്ങനെ അവസാനം ശാന്തിക്കായിക്കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഉപരിയെത്തി സന്യാസാശ്രമത്തിലെത്തിയാൽ ശാന്തിയും സമാധാനവും കാണുന്നുമുണ്ട്. കാരണം സന്യാസാശ്രമത്തെ ശരിക്കും പ്രാപിച്ച ആൾക്കാർ ആ സന്യാസധർമ്മത്തിൽ കഴിയുന്നവർക്ക് സംതൃപ്തരാണ്. അഥവാ സംതൃപ്തരല്ലെങ്കിൽ അത് സന്യാസത്തിൻ്റെ കുഴപ്പമല്ല, ആ വ്യക്തിയുടെ കുഴപ്പമാണ്. മനസ്സിലായോ? അപ്പോൾ സർവ്വശാസ്ത്രങ്ങളും സന്യാസത്തിൻ്റെ മേന്മ തന്നെയാണ് പറഞ്ഞത്. അതാണ് ശ്രേഷ്ഠം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു? ഇതാണ് അർജുനൻ്റെ പ്രശ്നം. അപ്പോൾ സ്മൃതി വാങ്മയം മുഴുവനും സന്യാസ മഹിമാ വർണ്ണനങ്ങളാണ്. ഇതുവരെ പറഞ്ഞത് ഏതാണ്? ശ്രുതി വാങ്മയങ്ങളാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ പരമപ്രമാണമാണ്. അതെ, ശ്രുതി പറഞ്ഞാൽ പിന്നെ അവിടെ തർക്കമില്ല. അത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് തിരുത്തുന്നതല്ല ശ്രുതി, എല്ലാ കാലത്തേക്കും പറയപ്പെട്ടതാണ്. ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രൂയതേ ഇതി ശ്രുതി എന്നാണ്. ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയാ കൈമാറി വന്ന അറിവാണ്. അതാരും ഉണ്ടാക്കിയതല്ല, അത് ഉള്ളതാണ്. അത് പരമപ്രമാണമാണ്. അതാര് പറഞ്ഞാലും ശ്രുതിയാണ്. ഗീതയിൽ ശ്രുതിവാക്യമുണ്ട്. അതുകൊണ്ടാണ് ഗീതയ്ക്ക് ശ്രുതി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്മൃതികളിൽ ശ്രുതിയുണ്ട്, ശ്രുതികളിൽ സ്മൃതിയുമുണ്ട്. ശ്രുതി എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. അതിൽ കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടേണ്ട സ്മൃത്യംശങ്ങളുണ്ട്. അത് നീക്കം ചെയ്യാൻ പഠിക്കണം. അത് നീക്കം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശേഷ ബുദ്ധി വേണം. ആ ബുദ്ധിക്ക് ഉപാസന വേണം. ഉപാസനാ തീക്ഷ്ണങ്ങളായ ബുദ്ധി കൊണ്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ശ്രുതിയിലെ സ്മൃതിയെയും സ്മൃതിയിലെ ശ്രുതിയെയും വേർതിരിച്ചറിയാൻ പറ്റും. വളരെ പ്രസക്തമാണ് ആ വിഷയം. ഇത് ഉപനിഷത്ത് എന്ന ഗ്രന്ഥം പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് ശ്രുതിയാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട അംശമുണ്ട്, കുറവായിരിക്കും. സ്മൃതി എന്ന് പറയുന്നതിൽ കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട വിധം ആശയങ്ങളെയാണ് സ്മൃതി എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഭഗവത്ഗീത സ്മൃതിയാണ്. അതുപോലെ ഒരുപാട് സ്മൃതികളുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്, ഗൗതമ സ്മൃതിയുണ്ട്, പരാശര സ്മൃതിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്മൃതികളുണ്ട്. സ്മൃതികൾ കാലദേശങ്ങൾക്കനുസരിച്ച് മാറി വരുന്നവയാണ്. എന്നാൽ സ്മൃതികൾ എന്ന് പറയുന്നതിൽ തന്നെ ചില ശ്രുതികളുണ്ട്, അത് കാലദേശങ്ങൾക്കനുസരിച്ച് മാറേണ്ടവയാവില്ല. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ മഹാഭാരതം സ്മൃതിയാണ്. മഹാഭാരതത്തിൽ ഗാന്ധാരി ദേവിയുടെ അടുത്ത് ചെന്ന്, ഗാന്ധാരി അമ്മയുടെ അടുത്ത് ദുര്യോധനൻ ചെന്നിട്ട് ചോദിക്കും, അമ്മേ ഈ മകനെ അനുഗ്രഹിക്കൂ. അമ്മ അനുഗ്രഹിച്ചാൽ, പാതിവ്രത്യ ധർമ്മം അനുഷ്ഠിക്കുന്ന അമ്മ അനുഗ്രഹിച്ചാൽ ഞാൻ ജയിക്കും, എനിക്കറിയാം യുദ്ധത്തിൽ. അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് മുഖ്യമായിട്ടുള്ളത്. ആ അനുഗ്രഹം ഉണ്ടായാൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കും, യുദ്ധത്തിൽ വിജയിക്കും എന്ന് മകൻ പറയുകയാണ്. എങ്ങനെയുള്ള അമ്മയാണ്? പാതിവ്രത്യ ധർമ്മമാകുന്ന ധർമ്മം അനുഷ്ഠിക്കുന്നത്. അത് തപസ്സാണ്.
പാതിവ്രത്യം എന്ന് പറഞ്ഞാൽ പതിയിലുള്ള വ്രതം, ഭർത്താവ്, അതായത് പതിധർമ്മം, പത്നീധർമ്മം, അത് അനുഷ്ഠിക്കുന്ന അതൊരു തപസ്സാണ് ജീവിതത്തിൽ. അപ്പോൾ കുടുംബജീവിതം ഒരു തപസ്സാണ്. എങ്ങനെ? ധാർമ്മികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ളൊരു തപസ് അനുഷ്ഠിക്കുന്ന എൻ്റെ അമ്മ ഇപ്പം മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്യുന്ന, മഴക്കാലത്തല്ല, കൊടും വേനലിൽ പോലും ഇപ്പം മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതാണ്. അത്രയും ഉറപ്പാണ് ആ ധർമ്മത്തിൻ്റെ തപസ്, ധർമ്മമാകുന്ന തപസ് അനുഷ്ഠിക്കുന്നവരുടെ വാക്കുകൾ അത്രയും വിലപ്പെട്ടതാണ്. അതാണ് തപസ്സികളുടെ വാക്കുകൾ. തപസ്സികൾ പറഞ്ഞ പോലെ ഇരിക്കും. അപ്പം ഇവിടെ അമ്മ ചെയ്ത തപസ് എന്താണ്? ഗൃഹസ്ഥാശ്രമധർമ്മമാകുന്ന തപസ് അനുഷ്ഠിക്കുന്ന, ഗൃഹസ്ഥനല്ല, ഗൃഹസ്ഥാശ്രമം. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഗൃഹസ്ഥന്മാർ ധാരാളം ഉണ്ട്, അത് തപസ്സല്ല, ഗൃഹസ്ഥ ആശ്രമമാണ് തപസ്. ആ പരിസമന്താത് ശ്രമപൂർവകം ആശ്രമം എന്നാണ് ആ പദത്തിനർത്ഥം. ആ പരിസമന്താത്, അടുത്ത ഘട്ടം വരെ. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ബ്രഹ്മചാരിയായിട്ടിരിക്കുകയല്ല, അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കണം. അതുവരെ എന്ത് വേണം? ബ്രഹ്മചര്യ തന്നെയായിട്ട് കഴിയണം. അല്ലെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് ബ്രഹ്മചാരി, ഇടയ്ക്ക് സന്യാസി, ഇടയ്ക്ക് ഗൃഹസ്ഥാശ്രമി, അങ്ങനെയല്ല. ബ്രഹ്മചര്യത്തിൽ എന്ത് വേണം? ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ആ കാലം പഠിക്കുക എന്നാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഇത് മാത്രമല്ല. കല്യാണം കഴിക്കാത്തവർ ബ്രഹ്മചാരി എന്നർത്ഥമല്ല ഇവിടെ ഉപദേശിക്കുന്നത്. വിദ്യാർത്ഥി എന്നാണ്. ബാച്ചലർ ഓഫ് കൊമേഴ്സ്, ബാച്ചലർ ഓഫ് ആർട്സ്, ബാച്ചലർ ഓഫ് സയൻസ്, BA, BSc, BCom എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ബാച്ചലർ, അൺമാരീഡ്. ഇയാൾ വിവാഹം കഴിക്കാതെ ഈ വിദ്യ നേടിയിരിക്കുന്നു. അതാണ് ബ്രഹ്മചാരി. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചിട്ട് വിദ്യ അഭ്യസിച്ചൂടെ എന്ന് വെച്ചാൽ അയാളെ വിദ്യാർത്ഥിയായിട്ട് ഗണിക്കാറില്ല. വിദ്യാർത്ഥി എന്ന് പറയണമെങ്കിൽ അയാൾ ബ്രഹ്മചാരിയായി. അതുകൊണ്ടാണ് അവസാനം പഠിച്ചു കഴിഞ്ഞിട്ട് സ്നാതക പദവി, വിദ്യയിൽ കുളിച്ചാൽ ഇനി വിവാഹമാകാം. സ്നാനം ചെയ്യുക എന്നാണ് കുളിക്കുക. അതായത് ഡിഗ്രി കഴിഞ്ഞാൽ അതാണ് സ്നാതക പദവി. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിച്ചിട്ടും പഠിക്കാം. ജീവിതം മുഴുവൻ പഠിക്കാം. പക്ഷെ അടിസ്ഥാന വിദ്യാഭ്യാസം നേടുന്നത് വരെ, ഡിഗ്രി വരെ എന്ത് വേണം? വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിക്കാതെ ഇത് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പഠിക്കുന്ന ആളാണ് ബ്രഹ്മചാരി. അങ്ങോട്ടും നോക്കരുത്. ചിലർ പറയാറ് ഇപ്പോൾ പഠിക്കൂ പോരാടൂ എന്നൊക്കെ പറയും. പോരാടാൻ പഠിക്കലും ഇല്ല. അപ്പോൾ ആ കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പഠിക്കുക. അടുക്കളപ്പണി എടുത്തൂടെ? പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിലാവാം. അല്ലാതെ അതെടുത്തിട്ട് ഇത് ഒഴിവാക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളിൽ അവൻ പ്രാവീണ്യാണ്, അല്ലെങ്കിൽ അവൾ പ്രാവീണ്യയാണ്. അത് കേമത്തല്ല. പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നെ അയാൾ എന്തിൽ കേമനായാലും കുഴപ്പമില്ല, അയാൾ ബ്രഹ്മചാരിയാണ്. അത് മാറ്റി വെച്ചിട്ട് അയാൾ പന്ത് കളിയിൽ ഇതാണ്, ഡാൻസിൽ ഇതാണ്, നാടകത്തിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തെറ്റാണ്. വിദ്യാഭ്യാസ കാലയളവിന് പറയുന്ന പേരാണ് ബ്രഹ്മചാരി. ഇപ്പൊ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ വിദ്യാർത്ഥി എന്നേ അർത്ഥമുള്ളൂ. വിദ്യ അർത്ഥിക്കുന്നതാണ്. അത് സ്നാതക പദവി വരെ അങ്ങനെയാണ്. സ്നാതക പദവി, അതായത് ബിരുദദാന ചടങ്ങ്, അതാണ് സ്നാതക പദവി. ആ സമയത്താണ് ആചാര്യൻ മറ്റേ ഉപദേശം കൊടുക്കുന്നത്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേദമനുച്യാചാര്യോ അന്തേവാസിന മനുശാസ്തി സത്യം വദ ധർമ്മം ചരാസാധ്യായാൻ മാത്രമതഃ എന്നൊക്കെയുള്ള തൈത്തിരീയോപനിഷത്തിലെ ശിക്ഷാവല്ലിയിലെ ഉപദേശം കൊടുക്കുന്ന സമയം അപ്പോഴാണ്. ഇനി വിവാഹമാകാം, വിവാഹം കഴിക്കണം എന്നുള്ളവർക്ക് വിവാഹം കഴിക്കാം, നേരിട്ട് സന്യസിക്കേണ്ടവർക്ക് സന്യസിക്കാം. രണ്ടുമുണ്ട്. രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം. അപ്പോൾ പ്രവൃത്തി മാർഗം പറയുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് സന്യാസം തന്നെയാണ് ശ്രേഷ്ഠം എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ മേഖല പഠിച്ചതിന് ശേഷം ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം, രണ്ടേ ഉള്ളൂ പഠനം. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്.
ഇന്നത് രണ്ടുമില്ല. എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം. ആദ്യം വരുന്നത് എന്തിന് ജീവിക്കണം എന്നാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം വേണം. പിന്നെ എങ്ങനെ ജീവിക്കണം എന്നാണ്. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ അതില്ല. ജോലി ഇട്ടോളം ജീവിക്കണം, അല്ലെങ്കിൽ ശമ്പളം കിട്ടാൻ ജീവിക്കണം, ഇതൊക്കെയാണ്. എന്തിന് ജീവിക്കണം, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എൻ്റെ മാർഗം എങ്ങനെയായിരിക്കണം, അതാണ് എങ്ങനെ ജീവിക്കണം. ആദ്യം ലക്ഷ്യത്തെക്കുറിച്ച്, പിന്നെ മാർഗത്തെക്കുറിച്ച്. ആദ്യം മാർഗത്തെക്കുറിച്ച്, പിന്നെ ലക്ഷ്യത്തെക്കുറിച്ചല്ല. ആദ്യം ലക്ഷ്യബോധം വേണം. പക്ഷെ കൊച്ചുകുട്ടിയാവുന്ന സമയത്തുണ്ടാവുന്ന ലക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും മാറും. പക്ഷെ സാധക പദവി എത്തുമ്പോൾ എന്തായാലും ആ കുട്ടിക്ക് ഒരു നിശ്ചയ ധാർഢ്യം ഉണ്ടാവും. ഞാൻ എന്താവണം, എൻ്റെ ലക്ഷ്യം എന്താണ് ഉണ്ടാവണം. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം അയാളെ മാർഗം. അല്ല എന്തെങ്കിലും കുറേ പഠിക്കുക, എന്നിപ്പോൾ അതാണ് സമയം കളയുക. വെറുതെ ഇരിക്കുകയല്ലേ കുട്ടികൾ, വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ പോയി പഠിച്ചോട്ടെ, ഒന്നുമില്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോയിക്കോട്ടെ. അതല്ല, ലക്ഷ്യവും മാർഗവും വ്യക്തമായിരിക്കണം. ലക്ഷ്യബോധമില്ലാത്ത യാത്ര ഒരലച്ചിലായിരിക്കും. അതുകൊണ്ട് അതിവിടെ പറഞ്ഞിട്ടില്ല. ബ്രഹ്മചര്യത്തിൽ പഠിക്കേണ്ടത് ലക്ഷ്യവും മാർഗവും. അതിൽ എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന രണ്ടും. അത് ഏതാദ്യം വരണം, എന്തിന് ജീവിക്കണം എന്നുള്ളത് ആദ്യം വേണം. രണ്ടാമതേ വരാവൂ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ്. കല്യാണത്തിന് പോകുന്ന സമയത്ത് എവിടേക്കാണോ പോകേണ്ടത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെയാണ് ഏത് സാരി എടുക്കണം, ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷെ അധികം ആൾക്കാർ എന്താ ചെയ്യുക, ആദ്യം ഏത് വസ്ത്രം എടുക്കണമെന്നാവും തീരുമാനിക്കുക. എന്തിൽ പോകണം, എന്ത് കാറിൽ പോകണോ, ബസ്സിൽ പോകണോ, നടന്നു പോകണോ എന്ന് ആദ്യം തീരുമാനിക്കും. അത് മാർഗമാണ്. അതല്ല ആദ്യം തീരുമാനിക്കുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. എന്നിട്ടാണ് മാർഗം. ആ പോകേണ്ട സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ മാർഗം. പക്ഷെ തിരിച്ചാൽ പലപ്പോഴും ചെയ്യരുത്. അപ്പം ലക്ഷ്യബോധം ആദ്യമാണ്. ലക്ഷ്യബോധമാണ് എപ്പോഴും മാർഗത്തിൽ കരുത്ത് നൽകുന്നത്. അപ്പോൾ ഈ ബ്രഹ്മചര്യ ആശ്രമത്തിൽ അത് അവിടെ നിൽക്കുന്നില്ല. ബ്രഹ്മചര്യ ആശ്രമം അവസാനത്തെ ആശ്രമമല്ല. അത് ഗൃഹസ്ഥാശ്രമത്തെ പ്രാപിക്കാൻ. കാരണം ജീവിതത്തിൽ ഞാൻ എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ബ്രഹ്മചര്യത്തിൽ എന്തൊക്കെ പഠിച്ചു? എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിച്ചു. എന്നിട്ട് എന്തിന് ജീവിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് മാർഗമുള്ളത്. മാർഗം എന്താണ്? ഗൃഹസ്ഥാശ്രമം മാർഗമാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെ ഞാൻ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് എൻ്റെ ലക്ഷ്യം പൂർത്തിയാവുക. ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. മോക്ഷത്തിന് ഏറ്റവും നല്ല മാർഗം ഏതാണ്? സന്യാസമാണ്. മോക്ഷത്തിന് അടുത്ത് കിടക്കുന്ന മാർഗം ഏതാണ്? സന്യാസമാണ്. കാഷായം എടുക്കുക എന്നുള്ളതല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷേ ത്യാഗം കൊണ്ട് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ പറ്റൂ, ഭോഗം കൊണ്ട് സാധ്യമല്ല. പക്ഷെ ത്യാഗം കൊണ്ട് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ പറ്റുള്ളൂ, സന്യാസം കൊണ്ട് മാത്രമേ മോക്ഷമാവുള്ളൂ എന്ന ലക്ഷ്യം ഞാൻ ഉറപ്പിച്ചു ബ്രഹ്മചര്യത്തിൽ. പിന്നെ മാർഗം സ്വീകരിക്കും. 2 മാർഗങ്ങളുണ്ട്. ഏതാണ്? ഒന്ന് ഗൃഹസ്ഥാശ്രമ മാർഗം, മറ്റൊന്ന് സന്യാസ മാർഗം. ഏതുകൾ? അതിൽ സന്യാസത്തിന് യോഗ്യനായ ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ പോയാലും ഗൃഹസ്ഥാശ്രമത്തിന് യോഗ്യനായ ഒരാൾ സന്യാസത്തിൽ പോയാലും രണ്ടും ലക്ഷ്യത്തിലെത്തില്ല, വഴിയിൽ പെട്ടുപോകും. അപ്പോൾ രണ്ടും വ്യക്തമായ ഒരു ധാരണ ഗുരുകുല വിദ്യാഭ്യാസം, അതായത് ബ്രഹ്മചര്യത്തിൽ കിട്ടണം. എന്നിട്ട് തനിക്ക് താൻ തീരുമാനിക്കണം ഞാൻ എന്ത് പഠിക്കണം, ഞാൻ ഏത് വഴിക്ക് പോകണം. അപ്പോൾ അവനവനറിയാം അവനവൻ്റെ ഗുണവും ദോഷവും. അല്ല മറ്റൊരാൾ പറഞ്ഞിട്ട് സന്യസിക്കാനോ മറ്റൊരാൾ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാനോ പോയത്. ഇതിപ്പോൾ സാധാരണ പതിവ് എന്താ വെച്ചാൽ എല്ലാവരും കല്യാണം കഴിക്കണോ ഞാനും കഴിക്കാം. അതല്ല, ചിലർ സന്യസിക്കുന്നത് ഞാൻ സന്യസിച്ച് കളയാം. രണ്ടും പറ്റില്ല, രണ്ടും ദോഷം. എനിക്ക് ഏതാണ് പറ്റുക എന്നുള്ളത് ആർക്കും അറിയുള്ളൂ, അത് എനിക്കേ അറിയുള്ളൂ. രണ്ടിനെ കുറിച്ച് സമഗ്രമായ ഒരു വീക്ഷണം എനിക്കുണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കാണുള്ളത്. അത് കുഴപ്പം പറ്റില്ല. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എടുത്തു ചാടിയാൽ അത് എന്നെ ലക്ഷ്യത്തിലെത്തിക്കില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത്
ബ്രഹ്മചര്യ ആശ്രമത്തിൻ്റെ അവസാനവും ഗൃഹസ്ഥാശ്രമം ഒരു തുടക്കവുമാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഞാൻ ഗൃഹസ്ഥാശ്രമ ധർമ്മം ശരിക്കും പുലർത്തിയാൽ അതും അവസാനമല്ല, അത് മറ്റൊന്നിൻ്റെ തുടക്കമാണ്. ഏത്? വാനപ്രസ്ഥാശ്രമത്തിൻ്റെ. അപ്പം ഇത് ശരിക്കും അനുഷ്ഠിച്ചാൽ വാനപ്രസ്ഥത്തിലെത്താം, ഇല്ലെങ്കിൽ അതും വഴിയിൽ പെട്ടുപോകും, കുടുങ്ങിപ്പോകും വീട്ടിൽ തന്നെ. എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ അധികം അമ്മമാരുടെയും പണി എന്താ? വേലക്കാരീൻ്റെ പണിയാണ്. തൻ്റെ മകൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മകളെ നോക്കുന്ന വേലക്കാരി. അത് ആരുടെ പണിയാ? മക്കളെ പണി. കാരണം നിങ്ങളെ ഞാൻ നോക്കി, ഇനി നിങ്ങളെ കുട്ടികളെ നോക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഇത് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? പറഞ്ഞാൽ പണി പോകും, വീട്ടിൽ നിന്ന് പുറത്താക്കും. തൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വേണോ? ഇനി തിരിഞ്ഞു നോക്കാതെ അടുത്ത ആശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത്. അല്ല ഓരോ കുട്ടീനെ നോക്കണ അല്ല പണി. പറയാൻ ധൈര്യം ഉണ്ടോ? അത് കഷ്ടപ്പെട്ട് അവരെന്നെ നോക്കേണ്ടത്. അമ്മയാണ് കുട്ടീനെ നോക്കേണ്ടത്, അല്ലാതെ അമ്മമ്മയല്ല. അമ്മമ്മയ്ക്ക് നോക്കിക്കൂടെ? നോക്കാം, പക്ഷെ അമ്മമ്മയല്ല നോക്കേണ്ടത്, അമ്മയാണ്. അമ്മേനോളം പോരില്ല അമ്മമ്മ, എന്തൊക്കെ പറഞ്ഞാൽ. ദുർലഭം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അമ്മയിൽ നിന്ന് തന്നെ വേണം. അമ്മ തന്നെയാണ് നോക്കേണ്ടത്. അമ്മ കഴിഞ്ഞേ ഉള്ളൂ അമ്മമ്മ, അമ്മ കഴിഞ്ഞേ ഉള്ളൂ മറ്റേ അമ്മകളൊക്കെ. എല്ലാവരും അമ്മ തന്നെയാണ്. അതാണ്. അതുകൊണ്ടാണ് അമ്മയുള്ളവൻ പറയട്ടെ, അമ്മമ്മയുള്ളവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഘട്ടം കാത്തിരിക്കുകയാണ് അടുത്തേക്ക് പോകാൻ വേണ്ടി. ഇന്നിപ്പോൾ പോകാൻ പറ്റുമെന്നുള്ളത് വേറെ കാര്യം. അതിന് പോകാൻ എന്ത് വേണം? സമ്പാദ്യം വേണം. എപ്പോൾ നേടണത്? അത് ശാസ്ത്രത്തിൽ നേടണം, ഇല്ലെങ്കിൽ കഴിയില്ല, ഇല്ലെങ്കിൽ അത് മുറിഞ്ഞ് പറയാൻ കഴിയില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമം അവസാനിക്കില്ല, അത് പതിച്ചു പോകും. പേരക്കുട്ടിയുടെ മടിയിൽ തല വെച്ച് കിടക്കണമെന്ന് അമ്മമ്മയ്ക്ക് മോഹം വരും. അതോട് തീരുമോ? അതുമില്ല. അപ്പം മറ്റൊന്ന് വരും. ഒരിക്കലും തീരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചുറ്റൂറ ആൾ വേണമെന്നൊക്കെ തോന്നുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഇനി ഞാൻ ഒറ്റയ്ക്കാവാൻ പോവുകയാണ് എന്നുള്ള ഓർമ്മ ശാസ്ത്രബോധമാണ്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ചുറ്റുപാറാളുണ്ടായാലും മതിയാവില്ല. എന്നുണ്ടാവുമോ? ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തേൽ വല്ല കൃമിയോ കീടോ പട്ടിയോ പൂച്ചയൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. പന്നിയാണെങ്കിൽ അതിലേറെ നന്നായി. കുറേ മക്കളുണ്ടാവും ഒറ്റ പ്രസവത്തിൽ. 3 മാസം കൂടുമ്പോൾ മക്കളും ഉണ്ടാവും. ഒന്നിച്ച് കൂടി കഴിയാം. അങ്ങനെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം, അങ്ങനെ കറങ്ങിപ്പോവാം. മോക്ഷമാകുന്ന ലക്ഷ്യം കരതലാമലകം പോലെയല്ല. പിന്നെന്താണ് അത്? തദ്ദൂരെ, സഹസ്രകോടി യുഗങ്ങളെ കൊണ്ടും അപ്രാപ്യത്വ തദ്ദൂരെ, ശാസ്ത്രം പറയണതാണ്. ജന്മകോടി ശതൈരവി, 100 കോടി ജന്മങ്ങളെ കൊണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. കാരണം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ദുരന്തമായിട്ട്. അതുകൊണ്ട് സന്യാസം ശ്രേഷ്ഠമാണ്. അതിലെത്തുന്നത് വരെ ഇടയ്ക്കിടയ്ക്കുള്ള വിശ്രമമാണിത്. അതാണ് ആശ്രമം എന്നുള്ളതിൻ്റെ അർത്ഥം. പരിപൂർണ ശ്രമം ചെയ്യാനുള്ള അവസ്ഥ, അടുത്ത ഘട്ടം വരെ പരിപൂർണമായി ശ്രമിക്കാനുള്ള അവസ്ഥ, ഓരോ വിശ്രമ സ്ഥലമാണ്. അങ്ങനെ വാനപ്രസ്ഥാശ്രമത്തിൽ നിന്ന് അടുത്തയിലേക്ക് സന്യാസം സ്വാഭാവികമായി വരും. പരിപൂർണമായി ശ്രമം ചെയ്യാനുള്ള അവസ്ഥ. വിശ്രമമില്ല, ശ്രമമാണ്. വിശ്രമം സന്യാസത്തിലേ ഉള്ളൂ, അതുവരെ വിശ്രമമില്ല. ആശ്രമം
അത് പരിശ്രമം മാത്രം. അടുത്ത ഘട്ടം വരെ പരിശ്രമിക്കാനുള്ള അവസ്ഥയാണ് ഓരോന്ന്. ആശ്രമം. അങ്ങനെ സ്മൃതി വാഗ്മയത്തിലും അന്ത്യാശ്രമം സന്യാസം തന്നെയാണെന്ന് സന്യാസ മഹിമാവർണ്ണനങ്ങളാണ് ധാരാളം പറഞ്ഞിട്ടുള്ളത്. ഒരിടത്തു പോലും സന്യാസം ശ്രേഷ്ഠമല്ല എന്നും കർമ്മയോഗം ശ്രേഷ്ഠമാണെന്നോ പറയാതെ വേദവിരുദ്ധമായത് ഭഗവാൻ പറയുമെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഭഗവാൻ തന്നെയാണ് രണ്ടും പറയുന്നത്. അപ്പോൾ അർജുനനൊരു സംശയം വന്നു. കർമ്മയോഗത്തിൻ്റെ വിശിഷ്ടത ആത്മജ്ഞാനിയെ സംബന്ധിച്ചാണോ അതല്ല അനാത്മജ്ഞനെ സംബന്ധിച്ചാണോ എന്നതാണ് ഇനി എനിക്ക് വ്യക്തമാവേണ്ടത്. ചോദ്യം മനസ്സിലായോ? ഇനി എനിക്ക് മനസ്സിലാവേണ്ടത്, കാരണം സന്യാസം തന്നെയാണ് ശ്രേഷ്ഠമെന്ന് ബഹുശാസ്ത്രങ്ങൾ പറയുമ്പോൾ കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ വിപരീതം പറഞ്ഞത്? അങ്ങ് ഇങ്ങനെ പരസ്പരങ്ങളായ വാക്യങ്ങളെ പറഞ്ഞ് എന്നെ ഭ്രമിപ്പിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങ് ചെയ്യില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നല്ല കാഴ്ചപ്പാടാണ്. ഗുരുനാഥൻ ഒരിക്കലും ഒരാളെയും വഴിപഴിപ്പിക്കില്ല. പക്ഷേ ശിഷ്യന് തോന്നാലോ ഈ ഗുരുനാഥനെ ഇങ്ങനെ ആകെക്കൂടി കുഴക്കുകയാണല്ലോ എന്ന് ശിഷ്യന് തോന്നുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ സ്വയം പറയുകയാണ്, എനിക്കങ്ങനെ തോന്നിപ്പോകുന്നു, അതൊന്ന് തിരുത്തി തരണേ. അപ്പോൾ ഇവിടെ അർജുനൻ വീണ്ടും പറയുകയാണ്, അങ്ങ് പറയുന്ന ഈ കർമ്മയോഗം വിശിഷ്ടമാണെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങ് പറയുന്ന കർമ്മയോഗത്തിൻ്റെ വിശിഷ്ടത ആത്മജ്ഞാനിയെ സംബന്ധിച്ചാണോ അതല്ല അനാത്മജ്ഞനെ സംബന്ധിച്ചാണോ എന്നതാണ് വ്യക്തമാവേണ്ടത്. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്ന് പറയുകയാണെങ്കിൽ ആണോ? ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗം ഇല്ല തന്നെ. ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരമല്ല ഞാൻ, ആത്മാവാണ്. ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നുമില്ല. അപ്പോൾ ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗം ഉണ്ടോ? കർമ്മേ ഇല്ല, പിന്നെ എങ്ങനെ കർമ്മയോഗം ഉണ്ടാവും? പക്ഷെ അർജുനന് ഇപ്പൊ സംശയം വന്നത് അതാണ്. അഥവാ സാധാരണ ജനങ്ങൾക്ക് പ്രതിനിധിയാണ് അവിടെ അർജുനൻ. ഇപ്പൊ സാധാരണ ജനങ്ങളായ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഒരു സംശയം ഇതാണ്. അപ്പോൾ കർമ്മയോഗത്തിന്റെ വിശിഷ്ടത ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രുതി സ്മൃതികൾക്ക് വിരുദ്ധമായ വാക്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അത് വിശിഷ്ടത ഉണ്ടാവും. പക്ഷെ അത് ആരെ സംബന്ധിച്ചാണ്? അത് ആത്മജ്ഞാനിയെ സംബന്ധിച്ചാണോ ആത്മ അജ്ഞാനിയെ സംബന്ധിച്ചാണോ? ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മം തന്നെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കർമ്മയോഗമാവും? കർമ്മം ഉണ്ടെങ്കിലല്ലേ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം സമർപ്പിക്കാൻ പറ്റൂ. അയാൾ കർമ്മേ ചെയ്യുന്നില്ല. കാരണം അയാൾ ആരാണ്? ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ്. ആത്മാവിന് എന്ത് കർമ്മമുള്ളത്? ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ലാത്ത ആളാണ് ആത്മാവ്. അപ്പം ഇത് നമ്മൾ പറയുന്നതാണ്. ഇവിടെ സംശയം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പറയാണ് ആത്മ അജ്ഞാനിയാണോ? ആത്മ അജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗമില്ല. എന്താ കാരണം? അജ്ഞാനി എങ്ങനെ അജ്ഞാനിയുടെ തലത്തിൽ ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക്, ഇതാണ് അജ്ഞാനി. അപ്പം അത് കർമ്മയോഗം ആവില്ല, അത് കർമ്മേ ആവില്ല. കർമ്മ ആവണമെങ്കിൽ എന്ത് വേണം? ഈശ്വരാർപ്പണ ബുദ്ധിയെ സമർപ്പിക്കണം. അവിടെ സമർപ്പിച്ചവനെ പോലും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഭാവം പോലും ഇല്ലാതായാലേ കർമ്മയോഗമാവുള്ളൂ. കർമ്മ ആവണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈശ്വരാർപ്പണ, ഈശ്വരനെ എൻ്റെ ജീവിതം, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട് ഞാൻ ഇത് ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രമാണെന്നുള്ള ചിന്ത വേണം. അത് അജ്ഞാനിയെ സംബന്ധിച്ചത് ആദ്യമല്ല. അജ്ഞാനിയെ സംബന്ധിച്ച് ഈ ശരീരം തന്നെയാണ് ആര്? ഞാൻ. അപ്പം അയാളെ സംബന്ധിച്ച് എന്തുണ്ട്? കർമ്മയോഗവും ഇല്ല, കർമ്മസന്യാസവും ഇല്ല, കർമ്മയോഗവും ഇല്ല അജ്ഞാനിയെ സംബന്ധിച്ച്. ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗം ഇല്ല തന്നെ.
പറയാണ് ആത്മജ്ഞാനിയായ ആൾ കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും അനുഷ്ഠിക്കുക എന്നത് അസംഭവ്യമാണ്. നിർണയം വന്നു. പിന്നെ ആരോടാപ്പത് പറഞ്ഞിട്ടുണ്ടാവുക? ആത്മജ്ഞാനിയായ ആൾ കർമ്മസന്യാസത്തെ ചെയ്യോ? സന്യസിക്കോ ആത്മജ്ഞാനി? ആത്മജ്ഞാനിക്ക് സന്യസിക്കാനൊന്നുമില്ല. ആരാണ് സന്യസിക്കേണ്ടത്? സന്യസിക്കാൻ വല്ലതും വേണ്ടേ? ഉപേക്ഷിക്കാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ ഉപേക്ഷിക്കാൻ പറ്റൂ. ഒരാൾ പറയുക ഞാൻ എല്ലാം ചെയ്യേണ്ടത് മാത്രമാണ് ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്താ സന്യസിക്കാനുള്ളത്? അപ്പൊ ചെയ്യേണ്ടാത്തതൊക്കെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ടാണ് സന്യസിക്കാൻ പോയത്. അപ്പൊ കർമ്മസന്യാസിയെ സംബന്ധിച്ച് കർമ്മസന്യാസം എന്നുള്ളത് ആർക്കാണ്? അതും അജ്ഞാനിക്കാണ്. ഉപേക്ഷിക്കാനുമില്ല സ്വീകരിക്കാനും ഇല്ലാത്ത ആളാണ് സന്യാസി. അപ്പൊ ആരാണ് സന്യാസം സ്വീകരിക്കേണ്ടത്? ആത്മജ്ഞാനിയല്ല, ആത്മാജ്ഞാനിയാണ്. ആരാണ് കർമ്മയോഗം ചെയ്യേണ്ടത്? കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത്? അജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗമില്ല. എന്നിട്ട് പറയുകയാണ് കർമ്മയോഗത്തെയും അനുഷ്ഠിക്കുക എന്നത് അസംഭവ്യമാണ്. അതെ, ആത്മജ്ഞാനിയെ സംബന്ധിച്ച് രണ്ടും അസംഭവ്യമാണ്. ആത്മജ്ഞാനി കർമ്മയോഗിയുമല്ല, കർമ്മസന്യാസിയും അല്ല. കാരണം ആത്മജ്ഞാനിക്ക് താൻ ചെയ്യുന്ന കർമ്മം ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാര മമത്വങ്ങൾ ഇല്ലെന്നതിനാൽ അയാൾക്ക് കർമ്മസന്യാസനിഷ്ഠ സ്വാഭാവികമാണ്. ഞാൻ ചെയ്യുന്ന കർമ്മം ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാര മമത്വങ്ങൾ, ശരീരത്തിൻ്റെ മഹമത്വങ്ങൾ, അത് ആത്മജ്ഞാനിക്കില്ല. കാരണം ഞാൻ ആത്മാവായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അയാൾക്ക് ഉണ്ടാവുമോ? അതുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മം ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാര മമത്വങ്ങൾ, ഇത് രണ്ടുമാണ് സാധാരണ ഒരു വ്യക്തിക്കുള്ളത്, അഥവാ വ്യക്തികൾക്കുള്ളത്. ഏത്? ഇത് ഞാൻ ചെയ്യുന്നതാണ്. പുറമേയൊക്കെ പറയാം ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്, ആ അഹങ്കാരമുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള അഹങ്കാരമുണ്ട്. അതിനെന്തെങ്കിലും ആരെങ്കിലും അതിനൊന്ന് കുറ്റം പറയേ, ആരെങ്കിലും ഒന്ന് നിന്ദിക്കുകയെ അല്ലെങ്കിൽ ഒന്ന് വന്ദിക്കുകയെ ചെയ്താൽ അപ്പം അറിയാം അഹങ്കാരം ഉണ്ടാവില്ല. നിന്ദിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും വന്ദിച്ചു കഴിഞ്ഞാലോ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഇങ്ങനെ പൊന്തും, ജാക്കി വെച്ച് പൊന്തിക്കണ മാതിരി. നല്ലത് പറഞ്ഞല്ലോ, ബലത്തെ ആഗ്രഹിക്കില്ലേ? ആ നല്ലതെന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തിയ കർമ്മം പിന്നെയും ചെയ്യാനുള്ള പ്രവണത എനിക്കുണ്ടാവും. അത് ഫലകാമനയാണ്. പ്രശസ്തി, പേര്, പ്രശസ്തി ആ രൂപത്തിൽ വരും. അല്ലെങ്കിൽ കുറച്ച് ദക്ഷിണ തരപ്പെട്ടു, അത് കിട്ടുന്നവർത്തിൽ വീണ്ടും പോകും, അവിടും ഫലകാമനയാണ്. മറ്റുവരെ കുറച്ച് മോശമായിട്ട് കാണും. എങ്ങനെയായാലും ഇതിൻ്റെ ഫലം എനിക്ക് ഏതെങ്കിലും തരത്തിൽ, അത് കറൻസി പൈസ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പ്രശസ്തിയായിട്ടും വരും ഫലം. ഇനി ഒരാൾ ഞാൻ ചെയ്ത കർമ്മത്തെ നിന്ദിച്ചു വിചാരിക്കുക, അതോട് നിർത്തും, പിന്നെ അത് ചെയ്യൂല. അതും ഫലത്തെ ആഗ്രഹിച്ചിട്ടാണ്. അതിനോട് വെറുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ എന്നാലും അങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനവിടെ വരുന്നില്ല. ഫലത്തെ ആഗ്രഹിച്ചില്ലേ? അപ്പോഴും പ്രശ്നമല്ലേ? രണ്ടായാലും ഫലത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം എനിക്ക്, ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്നുള്ള അഹങ്കാര മമത്വങ്ങൾ ഇല്ലെന്നതിനാൽ അയാൾക്ക്, ജ്ഞാനിക്ക് ഇതില്ല. ജ്ഞാനിയാണെങ്കിൽ അത് രണ്ടും ജ്ഞാനിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് കർമ്മസന്യാസനിഷ്ഠ ഇല്ലെന്നതിനാൽ അയാൾക്ക് കർമ്മസന്യാസനിഷ്ഠ സ്വാഭാവികമാണ്. ഇപ്പം ജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ ഒന്നും സന്യസിക്കാനൊന്നുമില്ല, അയാൾ ചെയ്യുന്നത് സന്യാസം തന്നെയാണ്. അയാൾ ആ നിഷ്ഠയെ തന്നെയാണ് കഴിയുന്നത്. അയാൾക്ക് രണ്ട് മമത്വമില്ല, അഹങ്കാരവും ഇല്ലാതെ എന്ത് ചെയ്താലും അയാൾ ആരാണ്? സന്യാസിയാണ്. ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള ഭാവമില്ലാതെ ഒരാൾ എന്ത് ചെയ്താലും അത് സന്യാസനിഷ്ഠയാണ്. ഒരാളെ ചീത്ത പറഞ്ഞാലും ഒരാളെ 4 പൂശ് കൊടുത്താലും
അയാളെ സന്യാസ നിഷ്ഠയ്ക്ക് കോട്ടം തെറ്റുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്കറിയാം എനിക്ക് എന്തെങ്കിലും ഫലം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതോ അല്ല. അപ്പൊ ചോദ്യം, ഇങ്ങോട്ട് കിട്ടുമ്പോഴോ? ഇങ്ങോട്ട് കിട്ടുമ്പോഴോ അത് തോന്നണം. മനസ്സിലായില്ല? ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 4 പൂശ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ ഇങ്ങോട്ട് കിട്ടുമ്പോഴോ അപ്പോഴും അതേ തോന്നണം. അങ്ങനെയുള്ളതൊക്കെ സന്യാസമാകാൻ പറ്റൂ. അയ്യോ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ എങ്ങനെ മോശമായി പറഞ്ഞല്ലോ, എന്നെ നിന്ദിച്ചല്ലോ, അതുണ്ടാവാൻ പാടില്ല. 2 തരമായാലും അത് ശരീരമാണ്. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്നൊക്കെ പഠിച്ചില്ലേ ഗീതയിൽ? ഒരാൾ പൂജിച്ചാലെന്ത്, ഒരാൾ പരിഭവം പറഞ്ഞാലെന്ത്, ഒരാൾ പുകഴ്ത്തിയാലെന്ത്, ഒരാൾ ഇകഴ്ത്തിയാലെന്ത്? സന്യാസിക്ക് എന്താ ഒരാൾ? ഇതൊന്നും ഇന്നെയല്ല. ആത്മാവൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല, അതിൻ്റെ ഫലത്തെ ഞാനൊട്ട് കാക്ഷിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള ഒരാൾ സന്യാസനിഷ്ഠ തന്നെയാണ്. അയാൾ എന്ത് ചെയ്താലും സന്യാസനിഷ്ഠയാണ്. ഇനി അയാൾ കാരണം മറ്റൊരാൾ മരിച്ചു വിചാരിക്കുക, അയാൾ ആരെങ്കിലും കൊല്ലുമോ? അയാൾ മരിക്കട്ടെ എന്ന് അയാൾ വിചാരിക്കുമോ? വിചാരിച്ചാൽ തന്നെ അയാൾ മോശമാണ്, ഹിംസയാണ്. വിചാരിക്കുമോ? ഇല്ല. പക്ഷെ മറ്റൊരാൾ കാഴ്ചപ്പാടിൽ ഇയാൾ കാരണം മറ്റേയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയല്ല. അതൊക്കെ ആരെ കാരണമാണ്? അത് അയാളുടെ കർമ്മഫലം. ഞാനതിനൊരു നിമിത്തമായി, ഈ ദേഹം ചിലപ്പോൾ അതിനൊരു നിമിത്തമായിട്ടുണ്ടാവും. ഇത് അജ്ഞാന തലത്തിൽ ഇത് പഠിച്ചാൽ ദോഷമാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് ഇത് പഠിക്കേണ്ടത് ആവശ്യമില്ല, ഇത് സ്വാഭാവികമാണ്. അപ്പം ജ്ഞാനിയെ സംബന്ധിച്ച് സന്യാസനിഷ്ഠ സ്വാഭാവികമാണ്. അജ്ഞാനിയെ സംബന്ധിച്ച് ഇത് ഒരു ഒഴിവ് കഴിവാണ്, അല്ലെങ്കിൽ ഒരു ന്യായീകരണവുമായി മാറാം. അതുകൊണ്ട് അജ്ഞാനിയെ സംബന്ധിച്ച് പഠിക്കേണ്ടതല്ല ഈ വിഷയം. സന്യാസത്തെക്കുറിച്ച് അജ്ഞാനി പഠിച്ചാൽ കുഴപ്പമാവും. അയാൾ എന്തിനുപയോഗിക്കും? വേണ്ടാധീനങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടാനും അതിൻ്റെ പേരിൽ സന്യാസിയാണെന്ന് നടിക്കാനും അത് ഉപയോഗിക്കും. അതേസമയത്ത് സന്യാസി സംബന്ധിച്ച് സ്വാഭാവികമായ നിഷ്ഠയാണ്. അയാൾ കാരണം ഈ ലോകത്ത് എന്ത് അനിഷ്ടങ്ങൾ സംഭവിച്ചാലും അയാൾക്കറിയാം ഞാൻ കാരണമല്ല, ഞാൻ അവിടെയും ഞാനൊന്നും അല്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ വേണം. മറ്റേയാൾ എന്ത് ചെയ്യും? മറ്റേയാൾ കാരണമല്ല എന്ന് പറയൽ മാത്രമായി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമ്പോൾ അയാൾ സ്വഭാവം ആവും. ഇവിടെ അർജുനനെ സംബന്ധിച്ച് എന്തുണ്ട്, ഏതാണ് എന്നുള്ളതാണ് ഇവിടെ നിർണ്ണയിക്കേണ്ടത്. അർജുനൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ പ്രതിനിധിയാണ്? സാമാന്യ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അയാൾ സന്യാസിയല്ല, ഒട്ട് കർമ്മയോഗിയുമല്ല. അപ്പോൾ ജ്ഞാനിയെ ഇവിടെ എന്താണുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, ജ്ഞാനിയെ സംബന്ധിച്ച്, ആത്മജ്ഞാനിയെ സംബന്ധിച്ച് അഹങ്കാര മമത്വങ്ങൾ ഇല്ലെന്നതിനാൽ കർമ്മസന്യാസനിഷ്ഠ സ്വാഭാവികമാണ്. ഇതാണ് ഇവിടുത്തെ സന്ദേശം. പോയിന്റ് അതാണ്. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് അഹങ്കാര മമത്വങ്ങൾ ഇല്ലെന്നതിനാൽ കർമ്മസന്യാസനിഷ്ഠ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇനി അയാൾക്ക് കർമ്മസന്യാസത്തെക്കുറിച്ച് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അതെങ്ങനെയുള്ളതാണ്? ഏഷണകൾ വിട്ടുപോയ സ്വാഭാവിക സ്ഥിതിയാണ്. ഏഷണകൾ പുത്രേഷണ അഥവാ വിത്തേഷണ, ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ എന്ന് പറഞ്ഞാൽ പുത്രൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭാര്യ വേണം. അപ്പോൾ ധാരേഷണേ അതിൽ വരും, അന്തർഭവിച്ചു. ധാര എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ കുട്ടി. അപ്പോൾ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? വീടുണ്ട്, എൻ്റെ വീട്. കുരുവി ഉണ്ടെങ്കിൽ കൂടും വേണമല്ലോ. കൂടും കുരുവിയും ഒക്കെ എൻ്റെ, അതിലൊക്കെ എൻ്റെ വീട്, എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി. ഇതൊക്കെ ഏതിൽ വരും? ഒന്നുകിൽ ധാരേഷണ എന്ന് പറയാം, അല്ലെങ്കിൽ പുത്രേഷണ എന്ന് പറയും. പുത്രേഷണ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽ പെട്ടു. പിന്നെ ഉള്ളത് വിത്തേഷണ. അവിടെ സ്വത്ത്,
കറൻസി, ബാങ്ക് ബാലൻസ് ഒക്കെ ആവാം, സമ്പാദ്യങ്ങളൊക്കെ ആവാം. ഇനി പേരും പ്രശസ്തിയാവുമ്പോൾ അതും സമ്പാദ്യമാവാം. ഞാൻ ആരെ അറിയില്ലേ, എനിക്ക് എത്ര പേരുണ്ട്, ഞാൻ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയ ആളാണ്, ഞാൻ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കും, അതും എന്താണ്, സമ്പത്താണ്. അതിൽ ഏഷണ, ഇത് കേമത്തം. അതും ഇല്ലാതാവണം. പിന്നെ വേണ്ടത് ലോകേഷണ. പേരും പ്രശസ്തിയൊക്കെ ലോകേഷണയിലാണ് അധികം വരിക. എനിക്കൊരു പേരുണ്ട് ഇവിടെ, നല്ലൊരു സൽപ്പേരുണ്ട്, അപ്പൊ ലോകത്തിനോടുള്ള ഏഷണ. അല്ലെങ്കിൽ ലോകത്തിനെ ഞാൻ സേവിക്കുന്ന ആളാണ്, നിങ്ങൾക്കറിയില്ലേ, എന്നെ ആൾ എത്ര സേവിച്ചു, ഞാൻ എത്ര രൂപ കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഒന്ന് തൊട്ട് തലോടി കൊടുത്തു, അല്ലെങ്കിൽ ഒന്ന് കണ്ണുനീര് ഒപ്പി കൊടുത്തു. ഇതൊക്കെ ലോകേഷണയാണ്. ചെയ്യേണ്ടെന്നല്ല, ആര് ചെയ്തു, ഞാൻ ചെയ്തു. എൻ്റെ അഹങ്കാരമാണത്. അപ്പം ഞാൻ ആരാക്കാം, എന്നോട് സ്വയം അഭിമാനിക്കുക. ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ലോകത്തിനോടല്ല, അത് ചെയ്യുമ്പോൾ എന്തായി, ലോകരെന്നെ പുകഴ്ത്തും, അപ്പോൾ വീണ്ടും ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ലോകത്തിൽ എന്നെ ബന്ധിക്കും സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരാൾക്ക് ഒരു കിണർ കുഴിക്കുക, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളുണ്ട്. പൂർത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടൊരു കുളം കുഴിക്കുക, പൊതുവായിട്ടൊരു കിണർ കുഴിക്കുക, എന്നിട്ട് എല്ലാവർക്കും വെള്ളം എടുക്കാൻ സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ കുറേ സഹായം ചെയ്യുന്ന ആളാണ്, നന്മമരാണ്. അങ്ങനെ പറയാതെ നന്മമരം, അങ്ങനെയാവുക. അതും ലോകേഷണയാണ്. ഈ മൂന്ന് ഏഷണയിൽ അനേക ഏഷണകൾ വരും. ഏഷണ എന്ന് പറഞ്ഞാൽ കൊളുത്ത് എന്നാണ് അർത്ഥം. നമ്മളെ മുന്നോട്ടുള്ള കുതിപ്പിന് പിന്നൊരു തോട്ടി, കോളർ പിടിച്ചിട്ട് വലിക്കുക, അങ്ങോട്ട് പോല അവിടെ നിൽക്ക്, ഇതാണ് തോട്ടി. അപ്പോൾ ഏഷണ എന്ന് പറഞ്ഞ ഒരു തരം കൊളുത്താണ്. ഈ കൊളുത്ത് പിന്നോട്ട് വലിക്കും, എവിടെ, ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കും, ലോകത്ത് ബന്ധിക്കും നമ്മളെ ഈ മൂന്ന് ഏഷണകൾ. അതുകൊണ്ട് സന്യാസിയെ സംബന്ധിച്ച് ലക്ഷ്യബോധമുള്ള ആളാണെങ്കിൽ ഈ മൂന്ന് ഏഷണകളും അയാൾ ബന്ധിക്കപ്പെടില്ല. മൂന്ന് ഏഷണകളാലും അയാൾ ബന്ധിക്കപ്പെടില്ല. അയാൾ നിഷ്പ്രയാസം കടന്നു പോകും. ചെയ്യുന്നുണ്ടാവും ബാഹ്യമായി, മറ്റുള്ളവർക്ക് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിലൊന്നും ഞാനും എൻ്റെയും ഉണ്ടാവില്ല, ഏഷണകൾ ഉണ്ടാവില്ല. ഒരേഷണയില്ലാതെ ഞാൻ ഇത്ര ചെയ്തു, ഞാൻ ഇനിയും ചെയ്യും, ആ ചെയ്തവൻ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണം, ഇതൊന്നും അയാൾക്കുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിർത്തും. അല്ലെങ്കിൽ നാലാൾ വന്ന് നമസ്കരിച്ചു, ഹായ്, അതും ഏഷണയാണ്. നമസ്കരിച്ചവർക്ക് നമസ്കരിച്ചാൽ നല്ലത്, അത് അവർക്ക്, എനിക്കെന്ത്. നമസ്കരിക്കാത്തവരോട് കുറച്ച് നിന്ദാഭാവം, നമസ്കരിച്ചവരോട് നല്ല ഭാവം, അതുണ്ടായാലും മതി. വാസ്തവത്തിൽ ചിലർ പറയുന്നത് നമസ്കരിക്കണമൊക്കെ നല്ലതാണോ? ഒരിക്കലും അല്ല. പാകമാവാത്തവനെ സംബന്ധിച്ച് ഇതൊക്കെ പുല്ലാപ്പാണ്, ഇതൊക്കെ മാർഗത്തിൽ കുടുക്കി കളയും. കുടുക്കി കളയുന്നതാണ് 4 വട്ടം നമസ്കരിക്കുമ്പോൾ അറിയാതെ ഉള്ളിൽ തോന്നിപ്പോവേ, ഞാൻ ആരാ, എന്നെ നമസ്കരിച്ചത് കണ്ടില്ലേ. അപ്പം അത്രയും കാലം അയാൾ ചെയ്ത തപസ്, ജപവ്രതങ്ങളൊക്കെ ഒരു നിമിഷത്തെ ആ അഹങ്കാരം കൊണ്ട് ഇല്ലാതാവും. പിന്നെ ഈ സാധന ചെയ്തുണ്ടാക്കേണ്ടി. അതുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കാൻ പാടില്ല. നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേണം എന്ത്, യോഗ്യത വേണം, അല്ലെങ്കിൽ നമസ്കരിക്കാൻ അനുവദിക്കാറില്ല. എനിക്ക് താൻ പാകമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമസ്കരിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുക. നമസ്കരിച്ചവർക്ക് നല്ലതെന്നുള്ള അപ്പം തന്നെ വിചാരം ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ അത് തിരിച്ച് സമർപ്പിക്കാൻ കഴിയണം. എന്നെയല്ല നമസ്കരിച്ചെന്ന് അപ്പം വിചാരം ചെയ്യാൻ കഴിയണം, സ്പോട്ടിൽ വിചാരം ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ കോളർ പൊന്തിക്കും, പൊന്തിച്ചാൽ പോയി, അതുവരെ ചെയ്തൊക്കെ പോയില്ലേ. പാമ്പും കോണിയും പോലെയാ. അവസാനത്തെ പാമ്പിൻ്റെ അടുത്ത് എത്തിയിട്ട് അതിൽ പെട്ടുപോയാൽ പിന്നെ താഴ്ത്തു വരും. അയ്യോ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക, അഹങ്കരിച്ച് പോയല്ലോ, പിന്നെന്തേ വഴിയില്ലോ, പിന്നെയും ജപവും തപസ്സും ചെയ്ത് പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരണം.
എളുപ്പമുള്ളവൻ. അതാണ് ക്ഷുരസ്യധാര നിശിതാതുരത്യ ദുർഗം വധസ്തത് കവയോ വദന്തു എന്നൊക്കെ പറയാൻ കാരണം. മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തലയിൽ നടക്കുന്നത് പോലെ പ്രയാസകരമാണ്, എളുപ്പമൊന്നുമല്ല. ത്യാഗത്തിൻ്റെ മാർഗം വളരെ കഠിനമാണ് ആണ് തോന്നുന്നു. ആയിരിക്കും. അപ്പോൾ കർമ്മസന്യാസനിഷ്ഠ സ്വാഭാവികമാണ് അയാൾക്ക്. ഏഷണകൾ വിട്ടുപോയ സ്വാഭാവിക സ്ഥിതിയാണ്. അതുപോലെ പറയപ്പെട്ട അഹങ്കാര മമത്വങ്ങളുടെ അഭാവത്തിൽ അയാളെ സംബന്ധിച്ച് കർമ്മയോഗവും ഇല്ല. അപ്പോൾ ഇവിടെ ഏഷണകൾ ഇല്ലാതായി അയാളെ സംബന്ധിച്ച് കർമ്മയോഗവും ഇല്ല. ഒരു സന്യാസിയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയെ നോക്കിയിട്ട് അയാൾ കർമ്മയോഗിയാന്ന് പറയാറുണ്ട് ചില, പക്ഷേ അയാൾ കർമ്മയോഗിയല്ല. സന്യാസിക്ക് കർമ്മമേ ഇല്ല. ബാഹ്യമായ ആൾക്കാർക്ക് കർമ്മം ഉണ്ടാവും, കാണാൻ കർമ്മം ഉണ്ടാവും, പക്ഷേ അയാൾക്ക് അറിയാം എന്ത്, ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. അതാണ് അറിവ്. ചെയ്യേണ്ടത് മറ്റുള്ളവരെക്കാൾ അധികം ചെയ്യും. സാധാരണക്കാർ ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുമ്പോൾ ക്ഷീണിക്കും. മനസ്സിലായില്ല? എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മേനെ നോക്കാൻ പോയത്, ക്ഷീണിച്ചു അവിടെ. മറ്റൊരു ക്ഷീണമില്ല. എന്തുകൊണ്ട്? അയാളൊന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ ക്ഷീണം വരും? ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും കേട്ടോ, ശരീരത്തിന് ക്ഷീണം പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനും എൻ്റെയും പോയ ആൾക്ക് അപരിമിതമായ കർമ്മങ്ങളെ ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്ന അത്ര കർമ്മം കഠിന പ്രയത്നമായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് അവരെ സംബന്ധിച്ച് ഒരു കർമ്മവും ഇല്ലാത്തതുകൊണ്ട് അവരെ മനസ്സിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നോട് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ക്ഷീണാവും. നമ്മളെ ഉള്ളിലെ മനോഭാവമാണത്, മനോഭാവമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ ഞാൻ എത്ര നോക്കി വളർത്തിയതാണെന്നറിയോ? കണക്ക് പറയുന്നവരുണ്ട്. എന്ത് നോക്കി വളർത്തി? ആരാ നോക്കിയത്? അല്പം ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളില്ലെങ്കിൽ ഒരു വളരൂല്ലേ? അപ്പം ഞാനും എൻ്റെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. സന്യാസിമാർ എത്ര ആൾക്കാരെ വളർത്തുന്നുണ്ട്, ജ്ഞാനികൾ. സന്യാസി എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായ അവർ എത്ര ആൾക്കാരെ നോക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു എല്ലാ അഹങ്കാരമഹത്വങ്ങളുണ്ട്. ഒരച്ഛനും അമ്മയും ഒരു കുട്ടീനെ നോക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു, നിന്നെത്രയും കാലം ഞാൻ പഠിപ്പിച്ചു, ഞാൻ അത് വളർത്തിണ്ടാക്കി, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോട്ട് കണ്ട് കുഴങ്ങിയിട്ടുണ്ടാവും. മറ്റത് യാതൊരു മമത്വവും ഇല്ല. അവരായി അവരെ പാടായി. എന്താ ഉള്ളത്? ഒരിക്കലും അവിടെ ക്ഷീണമില്ല. ഈ ക്ഷീണം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഞാനും എൻ്റെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഏഷണകൾ വിട്ടുപോയ ആളെ സംബന്ധിച്ച് അയാൾക്ക് കർമ്മയോഗവും ഇല്ല. കർമ്മേ ഇല്ല, പിന്നെ എങ്ങനെ കർമ്മയോഗം ഉണ്ടാവും? അപ്പം ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സ്വാർത്ഥ ചിന്തയില്ലാതെ സ്വകർമ്മങ്ങളെ ചെയ്യുന്നതാണ് കർമ്മയോഗം. വീണ്ടും നിർവചിക്കുകയാണ്, ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ഈ കർമ്മം കൊണ്ട് ഞാൻ ഈശ്വരനെ സമർപ്പിക്കുകയാണ്, അഥവാ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളാണ്. അങ്ങനെ അതുമാത്രം പോരാ, സ്വാർത്ഥ ചിന്തയില്ലാതെ, അതും കൂടി കൂട്ടി വായിക്കണം. സ്വാർത്ഥ ചിന്ത പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്തതാണ് എന്നുള്ളത് വന്നാൽ സ്വാർത്ഥതയായി. അപ്പോൾ അതിൻ്റെ ഫലം എനിക്ക് വരും. അവിടെ സ്വാർത്ഥ ചിന്തയില്ലാതെ സ്വകർമ്മങ്ങളെ ചെയ്യുന്നതാണ് കർമ്മയോഗം. ഇത് രണ്ടും കൂട്ടി വായിക്കണം, ഒന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്നത് കർമ്മമാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സ്വാർത്ഥ ചിന്തയില്ലാതെ ചെയ്യുന്ന സ്വകർമ്മങ്ങളെ, ഏത് കർമ്മങ്ങളെ? സ്വകർമ്മങ്ങളെ. അത് അടിവരണം. പരധർമ്മങ്ങളല്ല, സ്വകർമ്മങ്ങളെ. തന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളാണ് സ്വകർമ്മങ്ങൾ. ശാസ്ത്രം വിധിച്ച കർമ്മങ്ങൾ, താൻ ചെയ്യണമെന്ന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, ചെയ്യരുതെന്ന് വിലക്കിയ തരം കർമ്മങ്ങൾ വികർമ്മങ്ങളാണ്. വികർമ്മങ്ങളല്ല ചെയ്യേണ്ടത്, സ്വകർമ്മങ്ങളാണ്. സ്വകർമ്മങ്ങൾ ഏതൊക്കെയാണ്? താൻ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യണം എന്ന്
ശാസ്ത്രം വിധിച്ച്, ആരെങ്കിലും വിധിച്ചതല്ല. പരമാനന്ദപുരി പറഞ്ഞുകൊണ്ട് കർമ്മാവില്ല, ശാസ്ത്രം വിധിച്ച കർമ്മം. ആ കർമ്മം ചെയ്തതുകൊണ്ട് ആ കർമ്മങ്ങളെ സ്വാർത്ഥ ചിന്തയില്ലാതെ ചെയ്യുന്നതാണ് കർമ്മയോഗം. കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം വിശിഷ്ടമായിരിക്കുന്നു എന്ന് ആത്മജ്ഞനെ സംബന്ധിച്ച് ഒരു തരത്തിലും പറയാൻ വയ്യ. അപ്പൊ ഈ കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം വിശിഷ്ടമായിരിക്കുന്നു എന്ന് ആരെ സംബന്ധിച്ച് പറയാൻ വയ്യ? ആത്മജ്ഞനെ സംബന്ധിച്ച് ഒരു തരത്തിലും പറയാൻ വയ്യ. കർമ്മയോഗം ചിത്തശുദ്ധിയർത്ഥമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ആ സന്യാസിക്ക് ഇനി എന്ത് ചിത്തശുദ്ധി വരാള്? ചിത്തശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഞാനും എൻ്റെയും തന്നെയാണ്. അതുള്ള കാലത്തോളം ചിത്തശുദ്ധി ഇല്ല, അത് ചിത്തമാലിന്യമാണ്. സന്യാസിയെ സംബന്ധിച്ചുള്ള ഞാനും എൻ്റെ ഇല്ലാത്തത് കൊണ്ട് അതന്നെയാണ് ചിത്തശുദ്ധി. ചിത്തശുദ്ധി വന്നതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവേണമേ എന്ന ആഗ്രഹം പോലും ഇല്ലാതെ തീർത്തും അയാളെ സംബന്ധിച്ച് വഴിപാടുകളില്ല, പ്രാർത്ഥനകളില്ല. സന്യാസി പ്രാർത്ഥിക്കില്ല. സന്യാസി അമ്പലത്തിൽ പോവുകയായിരിക്കാം, തൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ നോക്കുന്നതുകൊണ്ട്. അയാൾ ചിലപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയാൾ വലിയ സന്യാസിയാണത്രേ. എന്നിട്ട് അയാൾ പോകണില്ല, പിന്നെ നമ്മോട് ഉപദേശിക്കുക. അത് അങ്ങനെ ഒരു വഴി പഴപ്പിക്കാതിരിക്കാൻ വേണ്ടി അയാൾ പോയേക്കാം. പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾക്കൊന്നും പ്രാർത്ഥിക്കാനില്ല. എന്തിനാ അയാൾ പ്രാർത്ഥിക്കാനുള്ളത്? ഫലാപേക്ഷയ്ക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കില്ല, ഉറപ്പ്. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണത്? അന്ധകരണ ശുദ്ധിക്കാണ് അമ്പലത്തിൽ പോണത്. അത് അയാൾക്കുണ്ടോ? കാരണം അന്ധകരണ ശുദ്ധി അയാൾക്ക് വന്നിട്ടുണ്ട്, ഇനി അയാൾക്ക് വരാനില്ല. അതുകൊണ്ട് അയാൾക്ക് എന്താവശ്യമുണ്ട്? എവിടെ പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? കാര്യമില്ലാത്തവർ പോലും ഭ്രാന്തന്മാരല്ലേ? എല്ലാവരും പോകുന്നു പറഞ്ഞാൽ ഞാനും പോകുന്നു പറഞ്ഞാൽ അത് സുഖമല്ല. ഞാൻ പോണത് എന്തിനാ എനിക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് എന്തുണ്ട്? ചിത്തശുദ്ധിയർത്ഥമായി വിധിക്കപ്പെട്ട കർമ്മയോഗം ഇല്ല. കർമ്മസന്യാസം ഇല്ല എന്ന് ആദ്യം തന്നെ പറയുകയും ചെയ്തു. ചിത്തശുദ്ധി ഉണ്ടാവണേ എന്നൊരാഗ്രഹം പോലും അയാൾക്കില്ല. ഉണ്ടാവണേന്ന് ആഗ്രഹം ഉണ്ടാവണമെങ്കിലല്ലേ എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവണേ, എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവണേ, അതും അയാൾക്ക് ചിന്തല്ല. തീർത്തും ഈശ്വരോപാസനാഭാവത്തിൽ സ്വകർമ്മത്തെ അനുഷ്ഠിക്കുന്ന അതാണ് കർമ്മയോഗം. കർമ്മയോഗം എന്താണെന്ന് പറയാണ്. നേരത്തെ മുഴുവൻ പറഞ്ഞത് കർമ്മസന്യാസത്തെക്കുറിച്ചാണെങ്കിൽ ഇവിടെ പറയുന്നത് മുഴുവൻ ഈശ്വരോപാസനയുടെ എന്താണ് കർമ്മം, സ്വകർമ്മം എന്താണെന്നാണ് പറയുന്നത്. സ്വകർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസനാഭാവത്തിൽ സ്വന്തം കർമ്മത്തെ അനുഷ്ഠിക്കലാണ്. സ്വന്തം കർമ്മത്തെ, സ്വകർമ്മം. ശാസ്ത്രം വിധിക്കപ്പെട്ട താൻ ചെയ്യണം എന്നുള്ളത് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ. അപ്പൊ ശാസ്ത്രം പൊതുവായിട്ട് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അവിടെ അത് വേർതിരിച്ച് മനസ്സിലാക്കണം. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സ്വകർമ്മം ഒന്നായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ല? സ്വകർമ്മം വ്യത്യാസം വരാം, വരില്ലേ? ഇപ്പോ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ നോക്കുക എന്നുള്ളത് എൻ്റെ സ്വകർമ്മമാണ്. അമ്മയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് എങ്ങനെ അയാളുടെ സ്വകർമ്മവും? അല്ലെങ്കിൽ ഒരാൾ വിധിപ്രകാരം കല്യാണം കഴിച്ചതാണ്, അപ്പോൾ ഭാര്യയെ നോക്കുക എന്നുള്ളത് അയാളുടെ സ്വകർമ്മമാണ്. കല്യാണം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഭാര്യയെ നോക്കണം. അപ്പോൾ സ്വകർമ്മം എന്നുള്ളത് വ്യത്യസ്തങ്ങളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സ്വകർമ്മം എന്നുള്ളത് പഠനമാണ്, അത് ചെയ്യണ്ടേ? അപ്പൊ ഇങ്ങനെ സ്വകർമ്മത്തിൽ വ്യത്യാസം വരാം. അത് ഈശ്വരോപാസനയായിട്ട് ചെയ്യണം. ഇതുകൊണ്ട് ഞാൻ ഈശ്വരനെ ഉപാസിക്കുകയാണെന്നുള്ള ബോധം വേണം. സ്വകർമ്മത്തെ അനുഷ്ഠിക്കുകയും വേണം. ഈ ഈശ്വരോപാസനാ ഭാവത്തിലാക്കാനാണ് അർദ്ധനാരീശ്വര ഭാവമൊക്കെ തന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ മണ്ഡപത്തിൽ കയറി കല്യാണമൊക്കെ കഴിക്കുന്നത്. എല്ലാം ഈശ്വരീയമാക്കി തീർക്കുകയാണ്. ഭർത്ത, ഭോക്ത, മഹേശ്വര എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സഹസ്രനാമത്തിൽ ഭർത്താവ് ഈശ്വരനാണ്, ഭാര്യ ഈശ്വരീയാണ്. ഇതൊക്കെ ഈശ്വരോപാസനയാക്കി കഴിഞ്ഞാൽ ജീവിതം
എന്തായി? മഹത്വപൂർണമായി. ഉപാസനാ രൂപത്തിൽ അല്ലെങ്കിൽ അതൊക്കെ വലയ്ക്കും. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അവിടെ ഈശ്വരോപാസന അല്ലാതെ ഒരു കർമ്മമില്ല. സന്തതി പരമ്പരകളാവട്ടെ ഒക്കെ, കുടുംബം നോക്കുന്നതാവട്ടെ ഒക്കെ, കുട്ടി ഉണ്ടാവണതാവട്ടെ അതെ ഒക്കെ, കുട്ടീനെ നോക്കണതാവട്ടെ അതൊക്കെ എല്ലാം ഈശ്വരോപാസന. അവിടെ ഈശ്വരോപാസന അല്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശ്വരോപാസന ആവാൻ വേണ്ടിയിട്ടാണ് ചിലതൊക്കെ നമ്മൾ ഭാവിച്ചുകൊണ്ട് ചെയ്യുന്നത്. ചില മുഹൂർത്തമൊക്കെ നോക്കി, ചില നേരമൊക്കെ നോക്കി, ചില ആചാര്യന്മാരെയൊക്കെ വിളിച്ച് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത്, ഹോമങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ചില ആചാര്യന് സമക്ഷം നമസ്കാരങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ദക്ഷിണയൊക്കെ വെച്ച് ഏതെങ്കിലും തരത്തിൽ അത് ഉപാസനാഭാവമാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. ഉപാസന അല്ലാത്തതൊക്കെ അതിൻ്റെതായ ദോഷങ്ങളും വരുന്നുണ്ട്. അങ്ങനെ അല്പം ചിന്തിച്ചാൽ അറിയാം, ഈശ്വരീയമായ ഒരു ഭാവം ഞാൻ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, ഇപ്പം അടുത്ത് കേട്ടില്ലായിരുന്നു ഒരു വാർത്ത, ഒരു കുട്ടി ജനിച്ചതിൻ്റെ സ്ഥിതി. നാവ് ഇറങ്ങി അങ്ങ് പോവുക, കാല് വേറെ എവിടെയാണ്, ഉപസ്ഥേന്ദ്രിയം വേറൊരു സ്ഥലത്താണ്, ചെവി വേറൊരു സ്ഥലത്താണ്, എന്തെല്ലാം. അത്രയും വികൃതമായ ഒരു കുട്ടി ജനിച്ചു. എനിക്ക് മെഡിക്കൽ ബോർഡിൻ്റെ പേരിൽ കേസ് കൊടുത്തു. മെഡിക്കൽ ബോർഡിൻ്റെ കുറ്റം പറഞ്ഞു. സ്കാനിങ് എടുത്തപ്പോൾ കണ്ടില്ല എന്നും, അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് സ്കാൻ എടുത്താൽ കാണില്ല എന്നും. അങ്ങനെ വീണ്ടും തർക്കങ്ങൾ നിന്ന് എവിടെ എത്തിയെന്നറിയില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ന്യൂസിലൊക്കെ അതായിരുന്നു. ആശുപത്രിക്കാരുടെ കുഴപ്പമാണ്, ലാബിൻ്റെ കുഴപ്പമാണ്, പ്രസവിക്കുന്നത് വരെ ഈ വിവരം പറഞ്ഞില്ല എന്നൊക്കെ ആ സ്ത്രീ വിവരിക്കുന്നുണ്ട്. ഒക്കെ ഘടിപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെ ഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ കഴിവാ? അപ്പോൾ ഈശ്വരോപാസന ഒരു ചിന്തയൊക്കെ വേണ്ടേ? എൻ്റെ കഴിവുകൊണ്ടാണ്, ഞാൻ ഇല്ലെങ്കിൽ നീ ഒന്നും ജനിക്കില്ലായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഹങ്കാരല്ലേ? ആരെക്കൊണ്ടാ ജനിപ്പിക്കാൻ പറ്റുക? ഘടിക്കാത്തതിനെ മുഴുവൻ ഘടിപ്പിക്കേണ്ട സ്ഥലത്ത് ഘടിപ്പിക്കുക. ഒന്ന് സ്ഥലം മാറി എന്താവും? പിന്നെ കണ്ടുകൂടാ, മരിച്ചിട്ടിയാ മതിയായിരുന്നു എന്ന് പറയും, എത്ര പ്രിയപ്പെട്ട കുട്ടിയായാലും. അങ്ങനെ എത്രയോ ജന്മങ്ങളുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ. വരാതിരിക്കുന്നതിന് അവിടെ ഈശ്വരോപാസനയുടെ ഒരു ഭാവം ഉണ്ടാവും. അതിനർത്ഥം അവിടെ പോയിട്ട് ഇതെല്ലാവരും ഈശ്വരോപാസന ചെയ്യുക, അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിക്കണം, എന്നിട്ട് അങ്ങനെ എന്നാലേ അങ്ങനെ ആവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഈശ്വരോപാസന എന്നുള്ള ഇന്നൊരു മാനദണ്ഡം ഒന്നും വയ്ക്കാൻ വയ്യ. ഏറ്റവും വലിയ ഭാവം ഈ ഒരു ചിന്ത തന്നെയാണ്. ഏത്? ഇതൊക്കെ അവിടുത്തെ വൈഭവം തന്നെയാണ്. ഏതാ വാനസ്യ മഹിമ, ഭഗവാന്റെ മഹിമകളാണ് ഈ കാണുന്നത് മുഴുവൻ, അല്ലാതെ എൻ്റെ മഹിമയൊന്നുമല്ല. എല്ലാ മഹിമകളും അവിടുത്തെ മഹിമയാണെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈശ്വരോപാസനയ്ക്ക് മറ്റൊന്നും വേണ്ട. അയാളുടെ ജീവിതം ഈശ്വരോപാസനയാണ്. ഏതിലും അയാൾ ഈശ്വര ഭാവത്തെ കാണുന്നു. അല്ലാതെ നമ്മളൊരു അളവ് പോലും വയ്ക്കരുത്. ഗർഭിണിയായപ്പോൾ ഇന്ന് വരെ അമ്പലത്തേക്ക് തന്നെ പോയിട്ടില്ല, എന്നിട്ട് അവർ നല്ല സുഖമായിട്ട് പോകണം. ചില അമ്പലത്തിലൊക്കെ പോയി, എന്നിട്ടോ ഇങ്ങനെയായി. അങ്ങനെയൊന്നും മാനദണ്ഡം വയ്ക്കരുത്. ഈശ്വരോപാസന എന്നുള്ളത് ഈ ചില ചെയ്തികൾ മാത്രമൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഓർമ്മ ഉണ്ട്, എന്ത്? ഇതൊക്കെ അവിടുത്തെ മഹിമയാണ്. ഈ പറയുന്ന വാക്ക് പോലും അവിടുത്തെ മഹിമയാണ്, അല്ലാതെ എൻ്റെ മഹിമയല്ല. നാവ് ചലിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാം എല്ലാം ഒന്നും എൻ്റേതായിട്ടില്ല. ഏതെങ്കിലും ഒന്ന് എൻ്റേതാണെന്ന് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ അഹങ്കാരം. അവിടെ അതിൻ്റെ ന്യൂനതകളും ഉണ്ടായിരിക്കും. ആ ന്യൂനതകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളെന്തെങ്കിലും ക്ലേശങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. കാരണം അത് മറന്നു പോകുന്നുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ.
എവിടെയെങ്കിലുമൊക്കെ എൻ്റെ മഹിമയാണെന്ന് ഞാൻ ധരിച്ചു പോകുന്നുണ്ട്. അതാണ് ഞാൻ ദുഃഖിക്കാൻ കാരണം. അല്ലാന്ന് പറയാൻ ഒരു നാവിനും കഴിയില്ല. എല്ലാം അവിടുത്തെ മഹിമയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് എന്തിനു ദുഃഖിക്കണം? എന്തിനു ദുഃഖിക്കണം അയാൾ? അതുകൊണ്ട് ഈശ്വരോപാസനാഭാവത്തിൽ സ്വകർമ്മത്തെ അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. അജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ ചിത്തശുദ്ധിയെ അപേക്ഷിക്കുന്നുണ്ടെന്നതിനാൽ അതിന് കാരണമായ കർമ്മയോഗം തന്നെയാണ് ശ്രേഷ്ഠമായത്. ഉത്തരം കിട്ടിയോ? അർജുനൻ ഇവിടെ ആരാണ്? പേര് കൊണ്ട് അർജുനനാണ്. അർജുനൻ എന്നുള്ള പേരിന് അർത്ഥം ഉള്ളും പുറവും ശുചിയായവൻ എന്നാണ്. ബാഹ്യാഭ്യന്തര ശുചിത്വമാണ് അർജുനൻ. പക്ഷെ അത് പേരിലേ ഉള്ളൂ എന്ന് അർത്ഥം. പേരുകൊണ്ട് മാത്രം ആളായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അജ്ഞാനിയാണ് അർജുന, നീ അജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അഥവാ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് അജ്ഞാനിയായ നമ്മളെ വിടുത്ത് പറഞ്ഞതാണ്. നീ വലിയ പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ടാവാം, നീ അജ്ഞാനിയാണ്. നീ അജ്ഞാനിയായ നിന്നെ സംബന്ധിച്ച് ചിത്തശുദ്ധി ആവശ്യമുണ്ട്. ചിത്തശുദ്ധിയെ അപേക്ഷിക്കുന്നുണ്ടെന്നതിനാൽ, നീ ചിത്തശുദ്ധിയെ അപേക്ഷിക്കുന്നുണ്ട് എന്നതിനാൽ എന്ത് വേണം? നിനക്ക് നല്ലത് കർമ്മയോഗമാണ്. ഉത്തരം കിട്ടിയില്ലേ? നീ സന്യസിച്ചാൽ അത് മറ്റുള്ളവർക്ക് കൊല്ലാപ്പാവും. അത് നിന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമാണ്. ഒരാളുടെ ലക്ഷ്യം ഡോക്ടർ ആവണമെന്നാണ്. പക്ഷെ അയാളിപ്പോൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. അയാൾ ചോദിച്ചു, ഗുരുനാഥ, എനിക്ക് ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം ഏതാണ്? ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ സംബന്ധിച്ച് ഇന്നത്തെ നിയമപ്രകാരം MBBS ചേർന്ന് പഠിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം. പക്ഷെ നീ ഇപ്പോൾ ഇരിക്കുന്നത് 9ാം ക്ലാസ്സിലായതുകൊണ്ട് നിന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമല്ല. നീ 10ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുക തന്നെ വേണം. ഇത് ഏറ്റല്ലല്ലോ. പക്ഷെ അത് വിചാരിച്ചിട്ട് ഡോക്ടർ ആവണം എന്ന് ഇച്ഛിക്കുന്ന ആളുടെ ശ്രേഷ്ഠമായത് ഏതാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏതാണ് ശ്രേഷ്ഠം? MBBS തന്നെ. അത് തിരിച്ച് പറയാൻ തയ്യാറല്ല. 9ാം ക്ലാസ് അവിടെ ശ്രേഷ്ഠമൊന്നുമല്ല, 10ാം ക്ലാസ് ശ്രേഷ്ഠമൊന്നുമല്ല. പക്ഷെ 9ലാണ് നീ പഠിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് നിന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമായത് ഏതാണ്? 10ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുക, അങ്ങനെ +2 പോയി പഠിക്കുക, എന്നിട്ട് നീ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് നീ MBBS ചേർന്ന് പഠിക്കുക എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് നല്ല ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഭഗവാൻ നല്ല ഗുരുനാഥനായതുകൊണ്ട് അർജുനനെ സംബന്ധിച്ച് ശ്രേഷ്ഠമായത് കർമ്മയോഗം തന്നെയാണെന്ന് നിശ്ചയിച്ചു. അത് പറയാൻ വയ്യ. ഭഗവാൻ ഇപ്പോൾ യുദ്ധം ചെയ്താലെന്ത് ചെയ്തില്ലേ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ല, നീ അത് ചെയ്തിട്ടില്ലെങ്കിലും അവർ എന്നാൽ കൊല്ലപ്പെടേണ്ടവരാണ്. പിന്നെ അർജുനൻ ചെയ്തോളണം എന്താ ഭഗവാൻ നിർബന്ധം? അതൊക്കെ വെറുതെ പറയുക. അങ്ങനെ ചിലർ പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്. യുദ്ധം ചെയ്യ് എന്ന് പറയുന്ന ശാസ്ത്രമാണ് ഗീത. തെറ്റ്. അർജുനനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നത് ആരെയാ? കൃഷ്ണനെ. യുദ്ധം ചെയ്യാൻ യുദ്ധച്ചൊറി മൂത്ത് വന്ന ആള് വലിയ ത്യാഗത്തിന്റെ മേമ്പൊടി പൂശിയിട്ട് അതിന് പിന്തിരിഞ്ഞു പോയാൽ, അയാൾ സന്യാസം സ്വീകരിച്ചു പോയാൽ എന്തായിത്തീരും? ആരെങ്കിലും അയാളെ കയ്യിൽ വല്ല കൈക്കോട്ടം എടുത്തു കൊടുത്ത് പോയി കളച്ച് പണിയെടുത്തോട്ട് ജീവിച്ചൂടെടാ എന്ന് ചോദിച്ചാൽ എന്തുണ്ടാവും? അയാളുടെ സ്വഭാവം അപ്പം കാണാം. അയാളോട് ഗർവിക്കും. സന്യാസിയെ സംബന്ധിച്ച് അതുണ്ടാവില്ല. അയാൾ പറഞ്ഞാൽ അയാൾക്ക് നല്ലത്, എനിക്കെന്ത് വേണം? ഞാൻ സന്യാസിയാണ്, ഞാൻ തണ്ടിയിട്ട് തന്നെ ജീവിക്കും. മറ്റേയാൾ എന്ത് ചെയ്യും? സന്ദർഭം കിട്ടുമ്പോൾ അയാളെ സന്യാസം പോകും. അപ്പം അയാളെ ആയുധം എടുക്കും. അപ്പം എടുക്കണ്ടെങ്കിൽ അപ്പം എടുത്തൂടെ? അതല്ലേ നല്ലത്. അപ്പം അർജുനെ സംബന്ധിച്ച് അയാൾക്ക് സന്യാസിയാവാൻ പറ്റില്ല എന്ന് ആർക്കറിയാം? അയാളെ ഗുരുനാഥൻ അറിയാം. ഗുരുനാഥൻ ഇവിടെ ഭഗവാനാണ്. എന്നെക്കുറിച്ച് എന്നേക്കാൾ അധികം അറിയുന്നത് ആരാണ്? ഗുരുനാഥനാണ്. എന്നെക്കുറിച്ച് ഏറ്റവും അധികം അറിയാൻ എനിക്ക് തന്നെയാണ്. മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല. മറ്റൊരാൾ ചിലപ്പോൾ പറയണത് ശരിയാവില്ല. എനിക്കറിയാം ഞാൻ ആരാണ്. ഇനി എന്നേക്കാൾ അധികം അറിയാം എൻ്റെ ഗുരുനാഥനായിരിക്കാം. അവിടെ ഗുരുനാഥനാണ്. അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മ എൻ്റെ മകൻ എന്നുള്ള കാഴ്ചപ്പാടില്ല കാണും. അതെ, അതാണ് നേരത്തെ മഹാഭാരതത്തിന്റെ ഒരു ഇത് പറഞ്ഞ് മുഴുവനാക്കിയില്ല അത്. അപ്പോൾ വേറെന്തോ ചോദിച്ചതുകൊണ്ട് ഗാന്ധാരി മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ദുര്യോധനൻ ചോദിച്ചു, അമ്മ ഈ മകനെന്താ അനുഗ്രഹിക്കൂ? അമ്മ എന്താ അനുഗ്രഹിച്ചത്? എവിടെ ധർമ്മമുണ്ടോ മകനെ അവിടെ ജയമുണ്ടാകും.
അത് സ്മൃതിയിലുള്ള ശ്രുതിയാണ്. ഏതമ്മയ്ക്കും ഏത് കാലത്തും മക്കളോട് ഉപദേശിക്കാൻ പറ്റുന്നതാണ്. അത് തിരുത്തപ്പെടേണ്ട ആവശ്യമില്ല. അത് സ്മൃതിയാണ്, പക്ഷെ ശ്രുതിയാണ്. അതേസമയത്ത് എൻ്റെ മകനായതുകൊണ്ട് നീ എന്ത് തെമ്മാടിത്തം ചെയ്തിട്ട് എന്ത് കള്ളത്തരം ചെയ്തിട്ടും ജയിച്ചു ആ എന്ന് ഏതമ്മയും പറയും. അത് സ്മൃതിയാണ്. അത് എൻ്റെ അമ്മയായതുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, അത് ഏതമ്മയും പറയും. അങ്ങനെ പറയുന്നത് ശരിയാണെങ്കിൽ എല്ലാ മക്കളും നല്ലതാവണ്ടേ? എല്ലാവരും അമ്മേൻ്റെ മക്കൾ തന്നെയാണല്ലോ. അമ്മ ഇല്ലാതെ മക്കളുണ്ടാവണില്ലല്ലോ. അതേസമയത്ത് എൻ്റെ എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് എൻ്റെ മകനെ മോഡിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അമ്മയാണ്. അത് ആ മകനോടേ പറ്റുള്ളൂ. എല്ലാ മക്കളോടും എല്ലാ അമ്മമാർക്കും പറയാൻ പറ്റുന്ന കാലത്തിനനുസരിച്ച് മാറാത്ത ഒരു ശ്രുതി ഈ സ്മൃതി എന്ന് പറയപ്പെട്ട ഗ്രന്ഥത്തിലുണ്ട്. അത് വേർതിരിക്കാൻ കഴിയണം എന്നർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം. യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ മകനെ അവിടെ ജയം ഉണ്ടാവും. അല്ലാതെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടൊന്നല്ല നിനക്ക് ജയം തോൽവി ഉണ്ടാവുന്നത്. ഞാൻ അനുഗ്രഹിക്കാനോട് തയ്യാറുമല്ല. അങ്ങനെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ലോകം ഇങ്ങനെ ആവണത്. അങ്ങനെയുള്ള ഗുരുശിഷ്യന്മാരും അങ്ങനെയുള്ള അമ്മ അച്ഛന്മാരും ഉള്ള കാലത്തോളം നാട് നന്നാകുമ്പോൾ ധർമ്മവിരുദ്ധമായ പ്രവൃത്തിയെ ധർമ്മവിരുദ്ധമായതാണെന്ന് പറയാൻ ഉള്ള ആർജവം തൻ്റെ മകനായാലും തൻ്റെ ശിഷ്യനായാലും ഏത് ഗുരുനാഥനുണ്ടോ ഏത് അമ്മയ്ക്കും അച്ഛനുണ്ടോ അന്ന് ലോകം നന്നാവും. പറയാണ് ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി എന്ന ഷഡ്ഭാവങ്ങളും ശരീരാദി ഉപാധികൾക്കാണെന്നും താൻ നിഷ്ക്രിയമായ ആത്മസ്വരൂപമാണെന്നും സാക്ഷാത്കരിച്ചിരിക്കുന്ന ആളാണ് ആത്മജ്ഞാനി. ഇതുവരെ പറഞ്ഞത് ആത്മജ്ഞാനിക്ക് കർമ്മസന്യാസമോ ആത്മജ്ഞാനിക്ക് സംബന്ധിച്ച് കർമ്മയോഗമോ രണ്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ അതാരാണ്? അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് തരാൻ പോണത്. ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ. ജായതേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു. അസ്ഥി ഉണ്ട്. അസ്ഥി സാത്ത. വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ അഥവാ നശ്യതി. അപ്പൊ എന്താണ് ജ്ഞാനി? അതിന്റെ നിർവചനാണ് ഈ പറയുന്നത്. ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി. ഇതിനെ പറയുന്ന പേരാണ് ഷഡ്ഭാവങ്ങൾ. ഈ ഷഡ്ഭാവങ്ങൾ ശരീരത്തിനാണ്, എനിക്കല്ല എന്ന് ആര് അറിയുന്നുവോ, പറയാനല്ല, ആരറിയുന്നുവോ അയാളാണ് ജ്ഞാനി. അല്ലേ? മാറ്റങ്ങൾ എപ്പോഴും ശരീരത്തിനാണ്. ഇതൊക്കെ മാറ്റങ്ങളാണ്. ചലനം എന്നുള്ളത് ആപേക്ഷികമാണ്. ഇതൊക്കെ ചലനങ്ങളാണ്. ചലിക്കണമെങ്കിൽ ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയേ തീരും. ചലിക്കണമെങ്കിൽ ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയല്ലേ തീരും. ഹാർട്ടിന്റെ നിലയൊക്കെ അറിയാൻ വേണ്ടി ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും ട്രെഡ്മിൽ ടെസ്റ്റ്. ഒരു ബെൽറ്റ് ഒരു ഇതുണ്ടാവും, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിന്മേൽ കയറി നിൽക്കുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങും. അത് കറങ്ങിയതിന് ശേഷം നമ്മൾ ഓടണം. നമ്മൾ ഓടിയില്ലെങ്കിൽ തല കുത്തി വീഴും. അത് സ്പീഡ് കൂട്ടും. ഇപ്പോൾ കിതപ്പ് വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ നില അറിയുന്നത്. ഇതുപോലെ ചലിക്കുന്നതിന് ഈ ചലിക്കുന്നതിൻ്റെ മുകളിലിരിക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ടോ? നമ്മൾ നിൽക്കുകയാണ്, ചലിക്കുന്നില്ല. എന്ത്? അതിൻ്റെ അടിസ്ഥാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളരുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വളരാത്ത എന്തോ ഒന്ന് ഉണ്ടാവണം. ഒരു വാഹനം ഓടുന്നുണ്ട്, ഓടണമെങ്കിൽ എന്ത് വേണം? ഓടുക എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഓടാത്തൊരു റോഡ് വേണം. ഇതുപോലെ ഇവിടെ പറഞ്ഞ ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ എന്നുള്ള ഷഡ്ഭാവങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം?
അതിന് നശിക്കാത്തൊരടിസ്ഥാനം കൂടിയേ തീരൂ. അതാണ് ആത്മാ, അതാണ് ഞാൻ. അല്ലാതെ ഈ നശിക്കുന്ന ശരീരത്തിന് ആ ഭാവം ഇല്ല. അതായത് മാറ്റം വരാത്ത ഭാവം ശരീരത്തിനില്ല. അതുകൊണ്ട് അതല്ല ഞാൻ എന്ന് ഉറച്ചു ആര് മനസ്സിലാക്കിയിരിക്കുന്ന അയാളാണ് എന്ത്? ജ്ഞാനി. പുസ്തകത്തിൽ നിന്ന് പഠിച്ച ആളാണ് ജ്ഞാനി. അനുഭവത്തിൽ പഠിച്ച ആളാണ് വിജ്ഞാനി. ജ്ഞാനി വിജ്ഞാനി തമ്മിൽ വ്യത്യാസമുണ്ട്. കുറേ പുസ്തകം പഠിച്ചിട്ട് ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് പ്രസംഗിക്കാം, ക്ലാസ് എടുക്കാം, കാണാപ്പാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്ത്? ജായതേ അസ്തി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ. എന്താ പ്രസംഗം, സുഖല്ലേ? പക്ഷെ അതുകൊണ്ട് അയാൾ ജ്ഞാനിയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാം. പക്ഷേ അയാളുടെ സ്വയം അനുഭവത്തിൽ വരുമ്പോൾ എൻ്റെ ശരീരത്തിന് വേദനിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിന് അങ്ങനെ വന്നു, നെഞ്ചുവേദന വന്നു, ECG എടുത്തു. പുറമെ പറയുന്നതല്ല അതൊക്കെ. പുറമെ നമുക്കിതൊക്കെ പറയാം, പക്ഷെ ആന്തരികമായിട്ട് ഒരു ചലനവും സംഭവിക്കാതെ ഇതൊക്കെ വെറുതെ അഭിനയാണ്. എന്നിട്ടോ ഞാനായി കഴിയുന്നു. അതാണ് ആത്മവിജ്ഞാനി. അപ്പൊ വിജ്ഞാനിയെ സംബന്ധിച്ച് അളക്കാൻ ഒന്നിനും പറ്റില്ല. വിജ്ഞാനി വിശേഷാൽ ജ്ഞാനി, അല്ലെങ്കിൽ വിശേഷജ്ഞാനി എന്നും പറയാം, അല്ലെങ്കിൽ അനുഭവജ്ഞാനി എന്ന് പറയാം. അതാണ് നല്ലത്. മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന അർത്ഥമല്ല ഇവിടെ. ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ വിജ്ഞാനി എന്ന് പറഞ്ഞാൽ ആനുഭവിക ജ്ഞാനമാണ്. സ്വയം അനുഭവിച്ചറിഞ്ഞ ആളാണ്. അയാൾക്ക് സംശയം ഉണ്ടാവില്ല. നമുക്കൊക്കെ സംശയം ഉണ്ടാവും. എന്ത്? സന്ദർഭം വരുമ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ ദുഃഖിച്ചതെന്ന് തോന്നും. അത് അനുഭവം വരാൻ എന്താ? അനുഭവം വന്ന ഒരാൾക്ക് അങ്ങനെ സംഭവം വരികയില്ല. കാറൊളി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരക മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. ഒക്കെ ശരീരത്തെയാണ്, എന്നെയല്ല. ശരീരം ഞാനല്ല. ജ്ഞാനം കുട്ടിക്ക് പോലുണ്ട്, ഒരു കൊച്ചു കുട്ടിക്ക് പോലുണ്ട്. എന്നെ തൊടൂ, എൻ്റെ കയ്യിനല്ലേ തൊട്ടത്, കാലിനല്ലേ തൊട്ടത്, കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷെ വിജ്ഞാനമാണെങ്കിൽ എന്ത് വേണം? അതിന് നല്ല ബോധം തന്നെ വേണം. അതുകൊണ്ട് ആത്മജ്ഞാനി എന്ന് പറയുമ്പോൾ ഈ ഷഡ്ഭാവങ്ങളും ശരീരാദ്യ ഉപാധികൾക്കാണെന്നും, ശരീരാദ്യ ഉപാധികൾ, ശരീരം തുടങ്ങിയ ഉപാധികൾക്ക്, ശരീരത്തിന് മാത്രമല്ല. ശരീരം പിന്നെ എന്തൊക്കെ ഉണ്ട്? കൈ, കാല്, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, വാക്ക്, പാണി, പാദം, പായി, ഉപസ്ഥം, പിന്നെ എന്തുണ്ട്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, എന്ത് വേണമെങ്കിലും പറയാം. ഇനി വേണ്ട, ഭാര്യ, ഭർത്താവ്, കുട്ടി, ചട്ടി, കലം ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ ശരീരാദ്യ ഉപാധികളാണ്, ശരീരം തുടങ്ങിയ ഉപാധികളാണ്, ശരീര സംബന്ധികളാണ്. ഒക്കെ അതൊക്കെ എന്താണ്? ഷഡ്ഭാവങ്ങളിലുള്ള ഷഡ്ഭാവരഹിതനാണ് ആര്? ഞാനായതാത്മാവൊന്നേ. ഇത് ആരുറച്ചിരിക്കുന്നു? അയാൾ വിജ്ഞാനി. അങ്ങനെ ശരീരത്തിൽ ഞാനെന്ന അവയുടെ ചേഷ്ടയിൽ എന്താണ് എന്നാൽ ചെയ്യപ്പെടുന്നത് എന്നുള്ള ബുദ്ധിയുള്ളപ്പോഴേ കർമ്മയോഗം സാധിക്കൂ. കർമ്മയോഗം ചെയ്യേണ്ടത് ആരാണ്? ഈ ശരീരത്തിൽ ഞാനെന്നും അവയുടെ ചേഷ്ടയിൽ. എന്താ ചേഷ്ട? കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് കണ്ണിന്റെ ചേഷ്ട, കാതുകൊണ്ട് കേൾക്കുക എന്നുള്ള കാതിന്റെ ചേഷ്ട. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെതായ ചേഷ്ടകളുണ്ട്. ഈ ചേഷ്ടകൾ ഉള്ള ഒരാളെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് കർത്തവ്യം എന്താണ്? കർമ്മയോഗമാണ്. അയാൾക്ക് സന്യസിക്കാൻ യോഗ്യനല്ല. അത് വേറെ പ്രകരണം. ഈശ്വരാർപ്പണ പരമാണെങ്കിലും ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃത്വാഭിമാനം കൂടാതെ കർമ്മയോഗം സാധ്യമല്ല. അത് എപ്പോഴും അടിവാരട്ട് മനസ്സിലാക്കണം. ഈശ്വരാർപ്പണപരമാണെങ്കിലും ഞാൻ ഈ കർമ്മം കൊണ്ട് ഭഗവാന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് ആഴേക്ക് 40 വട്ടം പറഞ്ഞാലും ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃത്വാഭിമാനം കൂടാതെ, ആ ചെയ്യുന്ന ആളാരാണ്? ഞാൻ. കർത്താവ്, കർമ്മം, ക്രിയ. ഞാൻ അറിയില്ലേ, എന്നെ അറിയില്ലേ? ഞാൻ ഈശ്വരാർപ്പണ ബുദ്ധിയാണ് ചെയ്യുന്നത്. ഈ കർത്തൃത്വം ഉള്ള കാലത്തോളം, കർത്തൃത്വ അഭിമാനമുള്ള കാലത്തോളം അയാൾ കർമ്മയോഗം ചെയ്യാൻ അധികാരിയുമല്ല. സന്യാസനാദിയ യോഗ്യനല്ല, കർമ്മയോഗത്തിന് അയാൾ അധികാരിയല്ല.
എന്നിട്ട് പറയുക, താനല്ലാത്ത ശരീരാദി ഉപാധികളിൽ താനല്ലെന്നുള്ള അറിവ്, തന്നെ താനായി അറിയുന്ന ആത്മജ്ഞാനം, ഇതാണ് സമ്യജ്ഞാനം. താനല്ലാത്ത ശരീരാദി ഉപാധികളിൽ താനല്ല എന്നുള്ള അറിവ്. സുഖ വാക്ക്. താനല്ലാത്ത ഈ ശരീരത്തിൽ, ശരീരം തുടങ്ങിയ ഉപാധികളിൽ താനല്ല എന്നുള്ള അറിവ്, അതാണ് അറിവ്. എന്താണോ ഒറിജിനൽ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതുപോലെ മനസ്സിലായി. ഇതൊരു പുസ്തകമാണ്, അതല്ല അറിവ്. ഇതൊരു പുസ്തകം കണ്ടിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇതൊരു പാറ കഷ്ണമാണ്, ചിന്തിച്ചാൽ തെറ്റായ അറിവല്ലേ? അപ്പം ശരിയായ അറിവ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുക, മനുഷ്യനെ മനുഷ്യനായിട്ട് അറിയുക, പട്ടീനെ പട്ടിയായിട്ട് അറിയുക, പൂച്ചയെ പൂച്ചയായിട്ട് അറിയുക, അങ്ങനല്ലേ ശരിയായ അറിവ്. അതേപോലെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ താനല്ലാത്ത ശരീരാദി, താനല്ല എന്ന് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. ശരീരാദി ഉപാധികളും ഞാനും ഒന്നല്ല എന്ന് നമുക്ക് അല്പം വിചാരം ചെയ്യാതെ അറിയാം. കാരണം ഉറക്കത്തിൽ ആരുണ്ട്? ഞാനുണ്ട്. കാരണം ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് എന്താ? ഞാൻ സുഖമായി ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയപ്പോഴും ഞാനുണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അജ്ഞാനത്തിൻ്റെ മറവുണ്ട്. ഇപ്പോഴും ഞാനുണ്ട്. ജാഗ്രതത്തിലുള്ള ഞാനും സ്വപ്നത്തിലുള്ള ഞാനും സുഷുപ്തിയിലുള്ള ഞാനും ഏകനാണ്. ആരാ സ്വപ്നം കണ്ടത്? ഞാൻ. ആരോ സുഖമായി ഉറങ്ങിയത്? ഞാൻ. ആരപ്പോൾ വർത്തമാനം പറയണത്? അത് ഞാൻ. ഈ ഞാനിന് മാറ്റമില്ല. പക്ഷെ ശരീരം വ്യത്യാസം വന്നില്ലേ? ഉപാധികൾക്ക് വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഉപാധികളും ഞാനും രണ്ടും രണ്ടാണെന്ന് എനിക്കറിയില്ലേ? എന്ന് അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തന്നിൽ അപ്പോൾ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാം, ഒന്നിനെ മറ്റൊന്നായിട്ട് അറിയാല്ല. ശരീരത്തെ ശരീരമായിട്ട് അറിയാം. ശരീരം എന്നുള്ള വാക്ക് തന്നെ അർത്ഥമുണ്ട്. ശീര്യതേ, ദേഹം എന്ന് പറഞ്ഞാൽ ദഹിച്ചു പോകുന്നത്, ദഹിച്ചു പോകുന്നതിനെ ദഹിച്ചു പോകുന്നതായിട്ട് അറിയാം, നശിച്ചു പോകുന്നതിനെ നശിച്ചു പോകുന്നതായിട്ട് അറിയാം. നശിക്കാത്ത എന്നെ നശിക്കുന്ന ശരീരമായിട്ട് അറിയരുത്, അത് തെറ്റാണ്, തെറ്റായ അറിവാണ്. അതുകൊണ്ട് ഉള്ളതുപോലെ അറിയലാണ് താനല്ലാത്ത ശരീരാദി ഉപാധികളിൽ താനല്ല എന്നുള്ള അറിവ്. അപ്പോൾ തന്നെ താനായി അറിയുന്ന അതാണ് ആത്മജ്ഞാനം. എന്നെ ഞാനായിട്ട് അറിയാം. ഞാൻ ആരാണ്? ഞാൻ തന്നെ, ഞാൻ ശരീരമല്ല. അതുകൊണ്ട് അതാണ് ആത്മജ്ഞാനം. അതിന് പേരാണ് സമ്യജ്ഞാനം. സമ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ അറിവ്. സമ്യക്, നല്ലതുപോലെയുള്ള അറിവ്. മറ്റൊന്നും നല്ലതുപോലെയുള്ള അറിവല്ല, കൂടിക്കലർന്ന അറിവാണ്. അത് നല്ലതുപോലെയുള്ള അറിവല്ല. ശരീരോപാധികളോടൊത്തവനാണ് ഞാൻ എന്നുള്ളത് സമ്യജ്ഞാനമല്ല. ശരീരോപാധികളല്ല ഞാൻ, ഞാൻ തന്നെയാണ്. ശരീരം തന്നെയാണ്, വേർതിരിച്ചറിഞ്ഞാൽ അതാണ് സമ്യജ്ഞാനം. മറ്റതെങ്ങനെയാണ്? ഞാൻ അല്ല എനിക്കറിയാം, പക്ഷെ എന്തുണ്ട്? ശരീരത്തോട് ഉപാധിയോട് കൂടിയവനാണ് ഞാൻ. അവിടെയും കൂടിക്കലർന്നു. അത് സമ്യജ്ഞാനമാവുന്നില്ല. സമ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും കൂടിച്ചേർന്നവനല്ല. ഞാൻ ഭാര്യയോടൊത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ഭർത്താവിനോടൊത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ഗുരുനാഥനോടൊത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ശിഷ്യനോടൊത്തവനാണ്. ഇതൊക്കെ ഒന്നും സമ്മതിക്കാനല്ല. എനിക്ക് ഗുരു ഇല്ല, ഒട്ട് ശിഷ്യനും ഇല്ല, ഒട്ടില്ല ഭാര്യയും ഇല്ല, ഒട്ട് ഭർത്താവും ഉണ്ടെങ്കിലും അല്ല. അപ്പം അതുകൊണ്ട് സമ്യജ്ഞാനം എന്താ പറഞ്ഞാൽ എന്താണ്? ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. ഞാൻ ഭർത്താവിനോട് കൂടിയവനാണെന്നോ ഞാൻ ഭാര്യയോട് കൂടിയവനാണോ? ഒന്നുമില്ല, ഒന്നും കൂടുന്നില്ല. അത് ചൂടുവെള്ളം എന്ന് പറയുന്നത് പോലെ. വെള്ളം ചൂടുവെള്ളമാവോ? ഇല്ല. അഗ്നിയുടെ ധർമ്മമാണ് ഔഷ്ണ്യം എന്നുള്ളത്, വെള്ളത്തിൻ്റെ ശീതളിമാനാണ്. രണ്ടും വേർതിരിക്കാനാവാത്ത വിധത്തിൽ മാറുമ്പോൾ നമ്മൾ ചൂടുവെള്ളം എന്ന് പറയാറുണ്ട്. അത് ലോകത്തെ ഗുണമാണ്. ചൂടുവെള്ളം ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ്. ഇപ്പം ലോകവ്യവഹാരത്തിൽ ഇതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട. പക്ഷെ പരമാർത്ഥത്തിൽ ചിന്തിച്ചാൽ ചൂടുവെള്ളം ഉണ്ടാവില്ല. പറഞ്ഞ വാക്ക് തെറ്റാണ്, സമ്യജ്ഞാനമല്ല. ഇത് പോലെ വേണം ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ വ്യാവഹാരികമായിട്ട് ജീവിക്കും, പരമാർത്ഥത്തിൽ ഉറച്ചിരിക്കും. അയാളെ സംബന്ധിച്ച് ആനന്ദം മാത്രമേ ഉള്ളൂ. അയാൾ വ്യവഹാരത്തിൽ പാപ്പരല്ല. വ്യവഹാരത്തിൽ അയാൾ ചൂടുവെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ പോകണ്ട, അയാളെ പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടേയാക്കും. മനസ്സിലായോ? അതുകൊണ്ട് ജ്ഞാനയോഗനിഷ്ഠ സാങ്ക്യന്മാർക്കും കർമ്മയോഗനിഷ്ഠ യോഗികൾക്കും എന്ന് ഭഗവാൻ രണ്ട് നിഷ്ഠകളെ ഭഗവാൻ വേർതിരിച്ച് പറയുന്നുണ്ട്.
പൂർണ്ണാത്മബോധമുറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നും തന്നെ നേടാനില്ല. ആത്മലാഭാത് പരോ ലാഭോ നാസ്തി എന്ന് ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താ പറഞ്ഞത്? പൂർണ്ണാത്മബോധമുറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നും തന്നെ നേടാനില്ല. അയാൾക്ക് എന്താ നേടാനുള്ളത്? നേടിയതൊക്കെ നഷ്ടപ്പെടും. നഷ്ടപ്പെടാത്തതൊന്നും നേടിയതല്ല. ഉള്ളതെന്തോ അത് നേടിയതുമല്ല, അതൊട്ട് നഷ്ടപ്പെടുന്നതല്ല. ഞാൻ ഉള്ളതാണ്, ഉണ്മയാണ്. ഉണ്മയ്ക്ക് നാശമില്ല. ഞാനുണ്ട്, നിങ്ങളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കുറുക്കനുണ്ട്, മൊബൈലുണ്ട്, മേശയുണ്ട്, റൂമുണ്ട്. അതിലൊക്കെ എന്തുണ്ട്? അനസ്യൂതമായി ഉണ്ട് എന്നുള്ളതുണ്ട്. അതിനെ ഉള്ളതാക്കി തീർത്തിരിക്കുന്ന ഉണ്മയുണ്ടല്ലോ, ആ ഉണ്മയ്ക്ക് നാശമില്ല. ആ ഉണ്മയാണ് ഞാൻ. എന്നിൽ ഞാനായും നിന്നിൽ നീയായും സർവത്തിലും അതായി നിലകൊള്ളുന്ന ആ ഉണ്മ, ആ പൂർണ്ണാത്മബോധം ഉറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് ഇനി നേടാനുമില്ല, ഒട്ട് നഷ്ടപ്പെടാനുമില്ല. എന്താണ് അയാളുടെ ഏറ്റവും വലിയ ലാഭം? ആത്മലാഭ, തന്നെ നേടലാണ് ഏറ്റവും വലിയ ലാഭം. തന്നെ നേടിയവൻ ഇനി മറ്റു വേറെ നേടാണ്ടോ? എല്ലാം നഷ്ടക്കച്ചവടം. അത് തന്നെ നേടാതെ ഈ മനുഷ്യജന്മം നശിച്ചു പോയാൽ, മരിച്ചു പോയാൽ അത് എന്താണ്? മഹതീവിനഷ്ടി, മഹത്തായ നഷ്ടക്കച്ചവടമാണ്. തന്നെ നേടാൻ അനുയോജ്യമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് വേണ്ട പോലെ വിനിയോഗിക്കാതെ മറ്റു ജീവി സാധാരണ ഉണ്ടും ഉറങ്ങിയും ഉണ്ണാനായിക്കൊണ്ട് പണിയെടുത്തും പ്രത്യുൽപാദന കർമ്മം നിർവഹിച്ചും അങ്ങനെയൊക്കെ ജീവിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞില്ല, അത് മാത്രം മതി എന്നാര് വിചാരിക്കുന്നുവോ അവർ ജീവിതം തുലച്ചു കളഞ്ഞു. അത് മഹത്തായ നഷ്ടക്കച്ചവടമാണ്. അവസാനം അവർ നോക്കും, അവർ ആലോചിക്കും. അവസാനം ഒരു ചോദ്യമുണ്ട്: എന്തിനെനിക്ക് മനുഷ്യജന്മം കിട്ടി? ഇതിലേറെ എത്രയോ നല്ലതായിരുന്നൊരു പന്നിയായിരുന്നെങ്കിൽ ആ ചെയ്ത പണി അപ്പോഴും ചെയ്യായിരുന്നല്ലോ, അതിലേറെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ലാഭം, ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭം ഏതാണ്? ആത്മലാഭാത് പരോ ലാഭ നാസ്തി, അതല്ലാതെ മറ്റൊന്നല്ല. ഇത് ഉറപ്പിക്കാൻ കഴിയണം. ഇത് ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.